നമസ്തേ പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ വീണ പ്രസാദ്. പ്രധാന വാർത്തകളിലേക്ക് പോകാം. വൈറ്റ് ഹൗസിൽ നിർണായകമായി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ ഉടൻ ഭാരതത്തിന് കൈമാറുമെന്ന് അമേരിക്ക. ഇരു രാജ്യവും പുരോഗതിക്കായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി. യുക്രൈൻ വിഷയത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന സമാധാന ദൗത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും മോദി. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് 6 വയസ്സ്. വീരമൃത്യു വരിച്ച 40 CRPF ജവാന്മാർക്ക് രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി. ശബരിമല മാസ്റ്റർ പ്ലാനിനായി 220 കോടി അനുവദിച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. അനുവദിച്ചത് 79.72 കോടി മാത്രമെന്ന വിവരാവകാശ രേഖ. ജനം ബ്രേക്കിംഗ്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ യൂണിയനുകളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇടതനുകൂല യൂണിയൻ. വിചിത്ര ആവശ്യം ഉന്നയിച്ച് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ ദേവസ്വം ബോർഡിന് കത്ത് കൈമാറി. ജനം എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യമേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. മരുന്ന് സംഭരണത്തിലെ കുടിശ്ശിക തീർക്കാൻ കഴിയാതെ സംസ്ഥാന സർക്കാർ. കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 693 കോടി രൂപ. വമ്പൻ കടം, അവശ്യ മരുന്നുകളുടെ സംഭരണത്തിനുള്ള ടെൻഡർ നടപടിക്രമങ്ങൾക്ക് വിഘാതം. കണ്ണൂരിലെ കൊലപാതക കേസിൽ നിരോധിത സംഘടനകളിലെ സാക്ഷികളെ സഹായിച്ച പോലീസ്. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്കുള്ള സഹായം. ABVP പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ വധക്കേസിൽ വിചാരണ വേളയിൽ സാക്ഷികൾ ഹാജരാകാതിരിക്കാൻ പോലീസ് ബോധപൂർവം സമൻസ് നൽകിയില്ലെന്ന് ആക്ഷേപം. നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലുണ്ട്. വളരെ സുപ്രധാനമായ ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചകൾ, മറ്റ് വിവിധ തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടന്നുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഇരു നേതാക്കളുടെയും പ്രഖ്യാപനങ്ങളാണ്. ഭാരതത്തിൻ്റെയും അമേരിക്കയുടെയും പുരോഗതിക്കായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ പ്രവർത്തനങ്ങളെ ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ ആസൂത്രകൻ തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് ഉടൻ അയക്കുമെന്ന് ട്രംപ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ഭാരതവുമായി ആരംഭിക്കും. യുക്രൈൻ വിഷയത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന സമാധാന ദൗത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് നരേന്ദ്രമോദിയും അറിയിച്ചു. വൈറ്റ് ഹൗസിൽ വെച്ച് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए दो देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. हमारी टीमें एक पारस्परिक लाभकारी ट्रेड एग्रीमेंट को शीघ्र संपन्न करने पर काम करेगी. भारत की ऊर्जा सुरक्षा सुनिश्चित करने में हम ऑयल तथा गैस ट्रेड को बल देंगे. ऊर्जा इंफ्रास्ट्रक्चर में निवेश भी बढ़ेगा. भारत और अमेरिका दृढ़ता से साथ खड़े रहे हैं. हम सहमत हैं कि सीमा पार आतंकवाद के उन्मूलन के लिए ठोस कार्रवाई आवश्यक है. 2008 Mumbai terrorist attack to face justice in India, so he's going to be going back to India to face justice. Well, I don't think India had a very good relationship with the Biden administration. They wouldn't sell them oil and gas, which is rather hard to believe because, it's a good thing to do. And a lot of things happened that weren't very appropriate, I thought, between India and the administration, the Biden administration. But as you said, we're giving a very violent man, it seems to me. I mean, I don't know that he's been convicted yet or will be, but let's assume he's a pretty violent person. We're giving him back
to India immediately. വളരെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് ഇരു നേതാക്കളും നടത്തിയത്. നമുക്ക് ഓരോന്നായി വിശദമായി നോക്കാം. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ഏറ്റവും പ്രധാനം ഈ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ ആസൂത്രകൻ തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് ഉടൻ അയക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ്. അതിന്റെ വിവരങ്ങൾ ആദ്യം. തീർച്ചയായും വീണ, തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് തിരിച്ചയക്കുമെന്നത് ഭാരതത്തിൻ്റെ ദീർഘകാലമായ ഒരു ആവശ്യത്തിന് ലഭിച്ച ഒരു മറുപടി തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, തഹാവൂർ റാണ അവിടെ പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തുകയും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അന്തിമമായ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ പോലും സുപ്രീം കോടതി തള്ളിയൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അമേരിക്കയിലെത്തിയത്. ഈ വിഷയം തീർച്ചയായും ഉന്നയിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അത് ഉന്നയിക്കപ്പെടുകയും അതിന് കൃത്യമായ മറുപടി ട്രംപ് നൽകുകയും ചെയ്തു. തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് നാടുകടത്തും അല്ലെങ്കിൽ തിരിച്ചയക്കുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം ഈ സംയുക്ത പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. അതിൽ ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു ഘടകമുണ്ട്. ഈ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭീകരവിരുദ്ധ നിലപാടുകളെ, ഭീകരതയ്ക്കെതിരെ സഖ്യം ചേരണമെന്ന ലോകരാഷ്ട്രങ്ങളോടുള്ള ഭാരതത്തിൻ്റെ ആഹ്വാനത്തെ അമേരിക്കൻ പ്രസിഡന്റും ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്നു എന്നതിന് തെളിവ് കൂടിയാണ്. ഏറ്റവും നിർണായകമായൊരു കാര്യമാണ് ഭാരതത്തിൻ്റെ ജനതയെ എല്ലാവരെയും തന്നെ ഭീതിയിലാഴ്ത്തിയ ഭീകരാക്രമണത്തിൻ്റെ പ്രതി അതിൻ്റെ എല്ലാ നിയമവശങ്ങളും അതിൻ്റെ എല്ലാ പ്രിവിലേജും പ്രയോജനപ്പെടുത്തി അമേരിക്കയിൽ കഴിയുന്നൊരു സാഹചര്യത്തിൽ നിന്നും അദ്ദേഹത്തെ അല്ലെങ്കിൽ തഹാവൂർ റാണയെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിനും ഭാരതത്തിൽ വിചാരണ നേരിടുന്നതിനുമുള്ള ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. തീർച്ചയായും അത് ഭാരതത്തോടുള്ള ഒരു അനുകൂല നീക്കം എന്നതിനപ്പുറം ലോകത്തോട് തന്നെ നൽകുന്നൊരു സന്ദേശമാണ്, ഭീകരവിരുദ്ധ സന്ദേശമാണ് അത് എന്ന കാര്യത്തിലും തർക്കമില്ല. ശക്തമായ നീക്കം ഭീകരവിരുദ്ധ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് ട്രംപ് ഈ നീക്കത്തിലൂടെ, ഈ നടപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ അദ്ദേഹം ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അത് ഫ്രീ ട്രേഡിൻ്റെ വിഷയമുണ്ട്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഈ 2025 തന്നെ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. 2025 ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് യാഥാർത്ഥ്യമാകുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് ഇരു നേതാക്കളും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ശക്തമായൊരു വാണിജ്യ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകും. അത് ഓയിൽ രംഗത്ത്, അതായത് എണ്ണ ഉൽപ്പന്നങ്ങളുടെ രംഗത്ത്, എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ ഇറക്കുമതി സംബന്ധിച്ച രംഗത്തെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടലുണ്ടാകും. അത്തരത്തിൽ വാണിജ്യ രംഗത്ത് വലിയൊരു ഇടനാഴി തന്നെ തുറക്കാനുള്ള ഒരു സാധ്യത വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയുന്നത്, ചില നിലപാടുകളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഫോസിൽ ഓയിലുകൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള നീക്കത്തിൽ നിന്നും ബൈഡൻ ഭരണകൂടം പിന്തിരിയുകയും അവർ അത് വിൽക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഭാരതവുമായുള്ള വലിയൊരു ട്രേഡ് സാധ്യത നഷ്ടപ്പെട്ടുവെന്നും ട്രംപ് ഇപ്പോൾ പറയുകയുണ്ടായി. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതുപോലെ തന്നെ നിരവധിയായ അന്താരാഷ്ട്ര വിഷയങ്ങളിലും മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള മറുപടികൾ, അതായത് അന്താരാഷ്ട്ര വിഷയത്തിലാണെങ്കിൽ അത് യുക്രൈൻ വിഷയത്തിൽ കൃത്യമായ നിലപാട് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ട്രംപും അറിയിക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ വിഷയത്തിൽ ഇന്നലെ നടന്ന ചർച്ചകൾ, അതായത് റഷ്യൻ പ്രസിഡന്റും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമായി നടന്ന ചർച്ചകളും അതുപോലെ തന്നെ സെലൻസ്കിയുമായി നടന്ന ചർച്ചകളും എല്ലാം തന്നെ ഫലം കാണുന്ന സൂചനകൾ ലഭ്യമാണ് എന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണുന്നത്. അതിനെ മറുപടിയായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത്, യുക്രൈനിൽ സമാധാന പുനഃസ്ഥാപനത്തിന് ട്രംപ് നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണ പിന്തുണ എന്ന നിലപാടാണ്. അത്തരത്തിലൊരു നിലപാട് അറിയിക്കുന്നതിന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഘടകം, അദ്ദേഹം തന്നെ 2 തവണ, അതായത് ഒരു തവണ റഷ്യയും അതുപോലെ തന്നെ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയിൽ തന്നെ റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ താൻ മുന്നോട്ട് വെച്ച നിലപാട്, വളരെ കൃത്യമായി മുന്നോട്ട് വെച്ച നിലപാട്, സമാധാനത്തിൻ്റെ കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത്, ഭാരതം സമാധാനത്തിൻ്റെ പക്ഷമാണ്, നിഷ്പക്ഷം എന്ന് പറയുന്ന രീതിയിലല്ല, സമാധാനത്തിൻ്റെ പക്ഷത്ത് നിലകൊള്ളുന്ന ഭാരതമാണ്, ലോക സമാധാനത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് ഈ ട്രംപിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും പിന്തുണ എന്നും അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടെ ലോക രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയ ഈ ജിയോപൊളിറ്റിക്കൽ ഇഷ്യൂ, അല്ലെങ്കിൽ ഈ ഗ്ലോബൽ ജിയോപൊളിറ്റിക്കൽ ഇഷ്യൂ വളരെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ, അല്ലെങ്കിൽ ആഗോള വിഷയത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ ഇരു നേതാക്കൾക്കും സാധിച്ചിരിക്കുന്നു എന്നത് വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. വീണ, ഐസൺ നേരത്തെ പറഞ്ഞതുപോലെ വ്യാപാര ഇടനാഴി ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംരംഭം തന്നെയാണ്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ വ്യാപാര ഇടനാഴിയെ പരാമർശിച്ചുകൊണ്ടാണ് ട്രംപ് അത്തരത്തിൽ പറഞ്ഞത്. അതോടൊപ്പം അതുമാത്രമല്ല, സൈനിക വ്യാപാരത്തിൻ്റെ കാര്യത്തിലും ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ നൽകും എന്നുള്ള നിലപാടും ട്രംപ് ഉന്നയിച്ചു എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. സൈനിക വ്യാപാരം സംബന്ധിച്ച് എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ?
തീർച്ചയായും രോഹിണി, ഈ സൈനിക ഇടപാടുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സൈനിക ഇടപാടുകൾ, അത് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമുണ്ട്. നമുക്കറിയാവുന്നതാണ് ഷിനൂക്ക്, അപ്പാഷെ തുടങ്ങിയ ഹെലികോപ്റ്ററുകളെല്ലാം തന്നെ അമേരിക്ക ഭാരതത്തിന് നൽകുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിലുള്ള പലവിധ സംവിധാനങ്ങളും ഭാരതത്തിൽ അവർ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ, അത്തരത്തിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾ ഈ അടുത്ത കാലത്താണ്, അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് വലിയ തോതിൽ ഇത്തരത്തിലുള്ള വലിയ ട്രാൻസ്പോർട്ട് വിമാനവും അതുപോലെ തന്നെ ഒരു അക്രോബാറ്റിക് സ്വഭാവമുള്ള മറ്റൊരു ഹെലികോപ്റ്ററും ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററും അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിയത്. ഇപ്പോൾ നമ്മളുടെ രക്ഷാപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ യുദ്ധ രംഗങ്ങളിലെ അല്ലെങ്കിൽ ഈ അതിർത്തിയിലെ സേനാവിന്യാസത്തിലും മറ്റും കാര്യക്ഷമമായി അത്തരം ഹെലികോപ്റ്ററുകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ വലിയ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സാധിക്കുന്ന ഷിനൂക്ക് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ അപ്പാഷെ ഹെലികോപ്റ്ററുകളും ലഭ്യമാക്കി എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ രംഗത്തുള്ള മികച്ച ഇടപാടിൻ്റെ തെളിവാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുടെ വിഷയമാണ്. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള യുദ്ധവിമാനങ്ങൾ F-35 യുദ്ധവിമാനം ഭാരതത്തിന് നൽകാനൊരു ധാരണയായിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ധാരണ ഉണ്ടാകുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഭാരതം കൂടുതൽ എക്യുപ്ഡ് ആകുന്നു അല്ലെങ്കിൽ ശക്തമാകുന്നു പ്രതിരോധ രംഗത്ത് എന്നാണ്. ഈ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റഡാറുകൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കാത്ത സാങ്കേതികവിദ്യയാൽ നിർമ്മിക്കപ്പെട്ട യന്ത്രഭാഗങ്ങളും അതുപോലെ തന്നെ യന്ത്രേതര ഭാഗങ്ങളുമുള്ള വിമാനങ്ങൾ എന്നതാണ് ഈ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശക്തമായ പ്രത്യാക്രമണം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ മികവാർന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഇത്തരം അത്യാധുനിക യുദ്ധസന്നാഹങ്ങൾക്ക് സാധ്യമാകും. അത്തരത്തിലുള്ള സപ്ലൈ എല്ലാം തന്നെ ലഭ്യമാക്കുന്നതിന് ഈ വരുന്ന 4 വർഷത്തിനിടെ മികച്ച രീതിയിലുള്ള ഇത്തരത്തിലുള്ള സപ്ലൈ എല്ലാം തന്നെ ഡിഫൻസ് സപ്ലൈ എല്ലാം തന്നെ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകം. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, നേരത്തെ പലതവണ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്, അതായത് ഈ ഫാർമസ്യൂട്ടിക്കൽ വിഷയവും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെയും വലിയൊരു വിപണി, ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വലിയൊരു വിപണിയാണ് അമേരിക്ക. അത്തരത്തിലുള്ള വിപണികൾ തുറന്നു ലഭിക്കുന്നതിനെ കുറേ കൂടി സ്വതന്ത്രമായ ഒരു ഇടപാട്, ഫ്രീ ട്രേഡ് ഉൾപ്പെടെയുള്ള ഇടപാടുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിരോധ രംഗത്തും അതുപോലെ തന്നെ ഊർജ്ജ രംഗത്താണ് നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രകൃതിവാതകം പോലുള്ള അത്തരത്തിലുള്ള പൊല്യൂഷൻ ഫ്രീ ആയ അല്ലെങ്കിൽ പരിസ്ഥിതി ദൂഷണം വളരെ കുറഞ്ഞ സ്വാഭാവികമായ ഇന്ധനങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കം, ഒരു നയപരമായ നിലപാട് ഭാരതം നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായാണ് വലിയ രീതിയിലുള്ള കണക്ടിവിറ്റി സംവിധാനങ്ങൾ, ഗ്യാസ് കണക്ടിവിറ്റി സംവിധാനങ്ങളും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയത്. നമുക്കറിയാവുന്നതാണ്, ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ഇത്തരത്തിൽ വലിയ തോതിലുള്ള കണക്ടിവിറ്റി, ഗ്യാസ് കണക്ടിവിറ്റി, ഊർജ്ജം സപ്ലൈ ചെയ്യുന്നതിനുള്ളൊരു കണക്ടിവിറ്റി ഭാരതത്തിൽ ശക്തമാക്കി കൊണ്ടുവരികയാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഇന്ധനം പ്രയോജനപ്പെടുത്താനും ആ ഇന്ധനം പ്രയോജനപ്പെടുത്തുമ്പോൾ അത് ഇന്ധനത്തിൻ്റെ വോളിയം കൂടുതൽ വാങ്ങാനും അല്ലെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടുത്താനുമുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇന്ധനം ലഭ്യമാക്കുന്നതിന് അമേരിക്കയിൽ നിന്നും വൻതോതിൽ ആ ഇന്ധനം ലഭ്യമാക്കുന്നതിനുള്ളൊരു സാധ്യത കൂടി തുറക്കുകയാണ്. അത്തരത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആധുനിക ഇന്ധനങ്ങൾ ലഭ്യമാക്കുകയും അത് പരിസ്ഥിതി ദൂഷണം കുറഞ്ഞ ഇന്ധനങ്ങൾ ലഭ്യമാക്കുകയും ചിലവ് കുറഞ്ഞ പരിസ്ഥിതി ദൂഷണം വളരെ കുറഞ്ഞ ഇന്ധനങ്ങൾ ലഭ്യമാക്കുകയും സ്വാഭാവികമായും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഊർജ്ജ രംഗത്ത്, വൈദ്യുതോൽപാദന രംഗത്ത് വൻ മുന്നേറ്റം വരുത്താൻ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നതാണ്, 2047 ഭാരതം വികസിത ഭാരതമാകാൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന ഒരു സാഹചര്യത്തിൽ വൻതോതിൽ വ്യവസായവൽക്കരണം അനിവാര്യമാണ്. അത്തരത്തിലുള്ള വ്യവസായവൽക്കരണത്തിൻ്റെ സാധ്യതകളെല്ലാം തന്നെ തുറന്നു കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഇന്ധനങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ധാരണകൾ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതിലേക്കെല്ലാം തന്നെ ചർച്ചകൾ കടക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും ഉണ്ടായത്. മറ്റു നിരവധിയായ വിഷയങ്ങൾ, അതായത് ഭാരതത്തിലെ ഇന്ത്യൻ വംശജരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ വിഷയങ്ങളെല്ലാം തന്നെ അവിടെ ചർച്ചയായി വന്നു എന്നതും മറ്റൊരു പ്രധാന വിഷയമാണ്. ലോസ് ഏഞ്ചൽസിലും ബോസ്റ്റണിലും 2 കോൺസുലേറ്റുകൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഈ ചർച്ചകളിൽ ഉണ്ടായി എന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഭാരതീയരായവരുടെ വിഷയങ്ങളും അതുപോലെ തന്നെ ഭാരതീയരുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിനും അവർക്ക് ഈ വിഷയത്തിൽ അനധികൃത കുടിയേറ്റത്തിൻ്റെ വിഷയത്തിൽ കുറെ കൂടി കാര്യക്ഷമമായി ഇടപെടുന്നതിനുമുള്ള സാധ്യതകൾ തുറക്കുക എന്നത് മറ്റൊരു പ്രധാന ഘടകമായി പ്രധാനമന്ത്രി കാണുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് പ്രധാനമന്ത്രി ഈ ചർച്ചയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇന്ത്യ US പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരുപക്ഷെ ഈ വ്യാപാര ഇടനാഴിയൊക്കെ അതിൻ്റെ ഭാഗമായി നമുക്ക് എടുക്കുകയും ചെയ്യാം. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം, പക്ഷേ അതിനി നമ്മുടെ വിപണിയിലും വ്യാപാര വാണിജ്യ രംഗത്തുമൊക്കെ പ്രതിഫലിക്കാനിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അത് വലിയ ഊർജ്ജം നൽകുന്നൊരു പ്രഖ്യാപനമല്ലേ?
തീർച്ചയായും 2030 കൂടി, അതായത് വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡെഫിസിറ്റ്, അത് വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ്, അത് ഈ നിലവിലെ $50,000 അല്ലെങ്കിൽ $500 ബില്യൺ ഡോളറിൻ്റെ ഈ ട്രേഡ് ഡെഫിസിറ്റ് പരിഹരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി ട്രേഡ് ഡെഫിസിറ്റാണ് സാങ്കേതികമായി ഭാരതവുമായി നിലനിൽക്കുന്നത്. ഈ ട്രേഡ് ഡെഫിസിറ്റ് പകുതിയാക്കി കുറയ്ക്കുക, അതായത് അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടിനും ഭാരതത്തിൽ നിന്നുള്ള എക്സ്പോർട്ടും തമ്മിലുള്ള അന്തരം വളരെ കൃത്യമായി കുറയ്ക്കുക. അത് ഇപ്പോഴുള്ള അന്തരത്തിൻ്റെ ആ അളവ് 50% കുറയ്ക്കുക എന്ന കൃത്യമായൊരു ലക്ഷ്യമാണ്. അത് 5 വർഷത്തെ ഒരു കർമ്മ പദ്ധതിയായി തന്നെയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ, ഭാരതത്തിൻ്റെ സ്കില്ലിൻ്റെ വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ IT ലേണിങ്ങിൻ്റെ വിഷയങ്ങളുണ്ട്, അത്തരത്തിലുള്ള IT കോമ്പിറ്റൻസിയുടെ വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. നമുക്കറിയാവുന്നതാണ് സോഫ്റ്റ്വെയർ രംഗത്തെ കയറ്റുമതി, അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സിൻ്റെ കയറ്റുമതി, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ വലിയൊരു മാർക്കറ്റുണ്ട്. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളായ ഫാർമസ്യൂട്ടിക്കൽസ് രംഗത്ത്, അതായത് ഭാരതം വലിയ തോതിൽ ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന, ആധുനിക മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിൽ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ് കൂടി തുറന്നു കിട്ടുന്നതിനുള്ള ഒരു നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു വൻതോതിലുള്ള ഈ ഇടപാടുകൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ട്രേഡ് ഡെഫിസിറ്റ് സ്വാഭാവികമായും കുറയും. ആ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് $500 ബില്യൺ ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുന്ന, അല്ലെങ്കിൽ അത് നിലവിലെ ട്രേഡ് ഡെഫിസിറ്റ് 50% കുറയ്ക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഈ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കും. അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ട്രംപിൻ്റെ കാലഘട്ടത്തിലും ചേർന്ന് തന്നെ അത് നടപ്പാക്കപ്പെടുമെന്ന വലിയൊരു നിലപാടിലേക്ക്, വലിയൊരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വൻതോതിൽ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. ഇനി 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ ഓഹരികളുടെയും ഫുഡ് പ്രോസസ്സിംഗ് സ്ഥാപനങ്ങളുടെ ഓഹരികളിലുമെല്ലാം തന്നെ കൃത്യമായ മാറ്റം, അല്ലെങ്കിൽ ഒരു കുതിച്ചുകയറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വലിയൊരു വിപണി തുറന്നു കിട്ടുന്നു, വലിയൊരു പർച്ചേസിംഗ് പാരിറ്റി ഉള്ള ഒരു സമൂഹത്തിൻ്റെ വലിയ വിപണി ഭാരതത്തിന് തുറന്നു കിട്ടുന്നു എന്നൊരു സാധ്യത തന്നെയാണ് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കപ്പെടുന്നത്. ശരി ഐസൻ, എന്തായാലും ലോകം ഉറ്റുനോക്കിയ കൂടിക്കാഴ്ച തന്നെയായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച. പ്രതീക്ഷ നൽകുന്നു. അതെ, അത് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയത് പുരോഗതിക്കായി ഒന്നിക്കുന്നു എന്നുള്ളതാണ്. കാലത്തെയും സുഹൃത്താണ് മോദി എന്ന് ട്രംപ് ഇത്തവണയും പറയാൻ മറന്നില്ല എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ട് അമേരിക്കയിലെ ബംഗ്ലാദേശ് ജനത. ഹിന്ദുക്കൾക്കെതിരെ സംഘടിത ആക്രമണമാണ് മുഹമ്മദ് യൂനുസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നരേന്ദ്രമോദി താമസിച്ച ബ്ലെയർ ഹൗസിന് മുന്നിൽ പ്രകടനവുമായി എത്തിയാണ് ബംഗ്ലാദേശ് സ്വദേശികൾ ഇക്കാര്യം ഉന്നയിച്ചത്. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസ് കലാപകാരികൾക്ക് നിശബ്ദ പിന്തുണ നൽകുകയാണ്. കലാപകാരികൾ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും അവരുടെ വീടുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അമേരിക്കയിലെ ബംഗ്ലാദേശി ജനത ആരോപിക്കുന്നു. Since that, our minority group in Bangladesh, especially Hindus, has been affected and has been killed. Their mandir has been destroyed, Gizra has been destroyed, lot of masjid has been destroyed because his terrorist group doesn't believe in a secular democracy. So we want the fair justice because they are making the drama. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കൂടുതൽ ഇടപെടൽ തങ്ങളുടെ നാട്ടിൽ ഉണ്ടാകണമെന്നാണ് ബംഗ്ലാദേശി സ്വദേശികളുടെ ആവശ്യം. I also want you to tell Canadians to work out something with President Trump regarding the border issues, regarding illegal immigration, or regarding the fentanyl coming. How much is coming, I don't know, but there is a lot. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ താമസിക്കുന്ന ബ്ലെയർ ഹൗസിന് മുന്നിൽ പ്രകടനമായി എത്തിയാണ് ബംഗ്ലാദേശ് സ്വദേശികൾ ആവശ്യം ഉന്നയിച്ചത്. വിഷയം പൂർണ്ണമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിടുന്നു എന്നാണ് ചർച്ചയ്ക്ക് മുന്നോടിയായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ട്രംപ് നൽകിയ മറുപടി. Well, there was no role for our deep state. It was. This is something that the Prime Minister has been working on for a long time and has been worked on for hundreds of years, frankly. I've been reading about it. But I will leave Bangladesh to the Prime Minister. 1971 സമാനമായി ശക്തമായ ഇടപെടലാണ് ബംഗ്ലാദേശ് ജനത ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ശബരിമല വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശബരിമലയിൽ കുംഭമാസ പൂജാ നാളുകളിൽ അയ്യപ്പസ്വാമിയെ ദർശിച്ച് പതിനായിരങ്ങൾ. ഇന്നലെ രാത്രി 11 മണിവരെ 36,337 ഭക്തരാണ്
ദർശനത്തിനെത്തിയത്. കുംഭമാസ പൂജാ ദിവസങ്ങളിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏറ്റവും കൂടുതലുള്ളത് ഇന്നാണ്. 40,385 ഭക്തരാണ് ഇന്ന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച രാത്രി 10 മണിക്കാണ് നടയടയ്ക്കുക. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതു മുതൽ തന്നെ 10,000-കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. ഒരുപക്ഷെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നാണ് ഏറ്റവും അധികം ഭക്തർ അവിടെ എത്തുന്നത് എന്നാണ്. 40,000-ന് മുകളിൽ. എന്തായാലും എങ്ങനെയുണ്ട് അവിടുത്തെ തിരക്ക്? രോഹിണി, രാവിലെ തിരക്ക് ശരാശരി തിരക്കുണ്ട്. ഇന്നലെ രാത്രിയിലും തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ 9:50 ഹരിവരാസനം പാടി നട അടയ്ക്കുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഭക്തജനങ്ങളുടെ തിരക്ക് മൂലം 1 മണിക്കൂർ ദർശന സമയം നീട്ടി 11 മണിക്കാണ് ഹരിവരാസനം പാടി നട അടച്ചത്. രാവിലെ നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമെല്ലാം വലിയ തിരക്കുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഉഷപൂജ ആരംഭിക്കും. ഉഷപൂജയ്ക്ക് നടയടയ്ക്കും. അപ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക്, ഭക്തജനങ്ങൾക്ക് അല്പസമയം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തിരക്ക് ഇനിയുള്ള മണിക്കൂറുകളിലും കൂടുന്നതിനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് 40,000-ത്തിലധികം ഭക്തജനങ്ങളാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ട്. സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് 1,50,000-ലേറെ ഭക്തജനങ്ങൾ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള സാഹചര്യമാണ് ഉള്ളത്. രാവിലെ ശരാശരി തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം അനുഭവപ്പെടുന്നു. സോപാനത്തിന് സമീപം കുട്ടികളുടെ ചോറൂണും മറ്റു ചടങ്ങുകൾക്കുമായിട്ട് ഭക്തജനങ്ങൾ കാത്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 5:30 നട തുറന്നു. 5:30 മുതൽ 10:30 വരെയാണ് നെയ്യഭിഷേകമുള്ളത്. മറ്റ് കളഭാഭിഷേകം, ഉദയാസ്മന പൂജ, പടിപൂജ ചടങ്ങുകൾ എല്ലാ ദിവസവും ഉണ്ട്. നടയടയ്ക്കുന്ന 17-ാം തീയതി വരെ ഈ 3 ചടങ്ങുകളുമുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി വൈകിട്ട് നടയടയ്ക്കും. പിന്നീട് വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുന്നത്. വൈകിട്ട് 6:30 പതിവ് പോലെ ദീപാരാധന. 9:50 ഹരിവരാസനം പാടി നടയടയ്ക്കുമെന്നാണ് ഇന്നും നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയാണെങ്കിൽ, ഇന്നും തിരക്ക് കൂടുകയാണെങ്കിൽ, വൈകിട്ട് തിരക്ക് കൂടുകയാണെങ്കിൽ ഈ ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയക്രമത്തിലൊക്കെ മാറ്റം വരുത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട്. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. എവിടുന്നാണ് വരുന്നത് നമ്മള്? മലകയറ്റമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റമൊക്കെ? കേറി നന്നായിട്ട്. രണ്ടുപേരും എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? രണ്ടുപേരും ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് വരുന്നത്. ചോറൂണിന്, കുട്ടികളുടെ ചോറൂണിനും മറ്റുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുംഭമാസ പൂജയ്ക്ക് നട തുറന്ന അപ്പോൾ മുതൽ ഭക്തജനങ്ങൾ കൂടുതലായിട്ട് കുട്ടികളുമൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. രാവിലെ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫ്ലൈ ഓവർ നിറഞ്ഞിരിക്കുകയാണ്. മുഴുവൻ ഭാഗങ്ങളിലും ഭക്തജനങ്ങളുണ്ട്. താഴെ നടപ്പന്തലിലും ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. പക്ഷേ അധിക സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. വരി വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉഷപൂജയ്ക്ക് നട അടച്ചിരിക്കുകയാണ്. അതിൻ്റെ തിരക്കുമുണ്ട്. കൂടുതൽ സമയം കാത്തു നിൽക്കാതെ തന്നെ സാധാരണ മണ്ഡല മകരവിളക്ക് കാലത്തെ പോലെ തന്നെ മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിടുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുന്നില്ല. അതുപോലെ തമ്പടിക്കുന്ന ഭക്തജനങ്ങളുടെയും ഈ മാസപൂജ കാലത്ത് കുറവാണ്. നേരത്തെ മണ്ഡല മകരവിളക്ക് കാലത്തൊക്കെ ശബരിമലയിലും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളൊക്കെ കൂടുതൽ സമയം ദർശനം പൂർത്തിയാക്കിയാലും പമ്പയിലേക്ക് മലയിറങ്ങാതെ തമ്പടിക്കുന്ന സാഹചര്യം, കാഴ്ചകളൊക്കെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ മാസപൂജ സമയത്ത് ദർശനം പൂർത്തിയാക്കി ഭക്തജനങ്ങൾ പരമാവധി വേഗത്തിൽ തന്നെ സന്നിധാനത്ത് നിന്നും മടങ്ങുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ മാസപൂജ കാലത്ത് വർധനവുണ്ട്. മുൻ പൂജ കാലയളവുകളുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സാധാരണ മലയാളികളാണ് മാസപൂജ കാലത്ത് കൂടുതലായി സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്തുന്നത്. പക്ഷേ ഇത്തവണ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഈ കുംഭമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ ധാരാളമായി എത്തുന്നുണ്ട്. ഇന്ന് 40,000-ത്തിലധികം ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തപ്പോൾ അതിൽ 15,000-ത്തിലധികം ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നുള്ളവരാണ്. 12,000-ത്തിലധികം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരാണ്. 10,000-ത്തോളം ഭക്തജനങ്ങളാണ് കേരളത്തിൽ നിന്നും ഇന്ന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. 15,330 ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നും ഇന്ന് ആകെ ഉള്ള വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ കർണാടകയിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്നു. 12,610 ഭക്തജനങ്ങൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട്. 10,117 ഭക്തജനങ്ങളാണ് കേരളത്തിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെയും 36,862 ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. 16-ാം തീയതി 19,402 ഭക്തജനങ്ങളാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നന്നെ കുറവുള്ളത്
നടയടയ്ക്കുന്ന 17-ാം തീയതിയായിരുന്നു. 4749 പേർ മാത്രമാണ് അന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്. 17-ാം തീയതി ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും 5 ദിവസങ്ങളിലും 40,000-ന് മുകളിൽ 40,000-നടുത്ത് ഭക്തജനങ്ങൾ 20,000-നും 40,000-നും ഇടയിൽ ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഉഷപൂജയ്ക്ക് നടയടച്ചിരിക്കുന്നു. അതിന്റെ തിരക്ക് ഭക്തജനങ്ങൾക്ക് ഇനി അല്പസമയം കാത്തു നിന്നതിന് ശേഷമായിരിക്കും. നടപ്പന്തലും ഈ ഫ്ലൈ ഓവറിലും എല്ലാം കാത്തു നിന്നതിന് ശേഷമാണ് ഇനി ഉഷപൂജ പൂർത്തിയാക്കി നട തുറക്കുമ്പോൾ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. എന്തായാലും ഇന്നും 9:50-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുമെന്നാണ് 17-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നലത്തെ പോലെ തന്നെ വൈകിട്ട് തിരക്ക് കൂടുകയാണെങ്കിൽ ആ സമയക്രമം നീട്ടി നൽകും. 1 മണിക്കൂർ കൂടി ദർശന സമയം നീട്ടി 11 മണിയോടുകൂടിയായിരിക്കും ഹരിവരാസനം പാടി നടയടയ്ക്കുക. രോഹിണി. ശരി മിഥുൻ. എന്തായാലും കുംഭമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷം വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് 40,000-ന് മുകളിലാണ് വെർച്വൽ ക്യൂ സംവിധാനം വഴി ബുക്ക് ചെയ്തിരിക്കുന്ന അയ്യപ്പ ഭക്തർ അവിടെ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. മിഥുൻ മുരളിയാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്. ചില കൗതുകമുള്ള കാഴ്ചകൾ കൂടി നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാം. അയ്യപ്പസ്വാമിക്ക് മുന്നിൽ ആദ്യ രുചി നുണഞ്ഞ കുരുന്നുകൾ. കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നപ്പോൾ നിരവധി കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങ് സന്നിധാനത്ത് നടക്കുന്നുണ്ട്. കുസൃതിയും കളിയും ചിരിയും നിറഞ്ഞ സന്നിധാനത്ത് നിന്നുള്ള കുഞ്ഞു വിശേഷങ്ങളിലേക്ക്. അയ്യപ്പസ്വാമിക്കരികിൽ ചോറൂണിഞ്ഞ് തയ്യാറെടുത്ത് കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും. സോപാനത്തിന് മുന്നിൽ കുഞ്ഞുങ്ങൾ ഒന്നിച്ചപ്പോൾ അത് കണ്ടുനിന്ന അയ്യപ്പന്മാരുടെയും മനം നിറച്ചു. അച്ഛനോടും അപ്പൂപ്പനോടും അമ്മൂമ്മയോടുമൊക്കെ ചേർന്ന് കള്ളച്ചിരിയോടെ കുഞ്ഞുങ്ങൾ. തിരക്ക് കണ്ടപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ മുഖത്ത് കൗതുകം, ചിലർക്കാകട്ടെ തിരക്ക് കണ്ടതിന്റെ ചെറിയ വിതുമ്പലും. കുഞ്ഞുങ്ങളെ കളിപ്പിച്ച് പോലീസ് അയ്യപ്പന്മാരും ഒപ്പം കൂടി. ഉഷപൂജ കഴിഞ്ഞു. ഇനി ആദ്യ രുചി നുണയാനുള്ള സമയമാണ്. രക്ഷിതാക്കളുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ നിമിഷം. അച്ഛന്റെ മടിയിലിരുന്ന് ഉഷപൂജയ്ക്ക് നിവേദിക്കുന്ന പായസവും ചോറും ഒപ്പം ഉപ്പും പുളിയും കുഞ്ഞുങ്ങൾ നുകർന്നു. ഇലയിൽ വിളമ്പിയ പടച്ചോറിൽ ഉപ്പ് തൊട്ട് ആദ്യം നുണഞ്ഞു. പിന്നെ പായസ മധുരവും ആസ്വദിച്ചു. ഇല്ലില്ല, വഴക്കൊന്നുമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോന്നു. ചോറൂണ ഫസ്റ്റ് ചോറൂണായി ശബരിമലയിൽ നിന്നുള്ള ഒരാഗ്രഹം നമ്മൾ ഇവിടുന്ന് കൊടുക്കാന്നുള്ള അയ്യപ്പൻ്റെ സന്നിധാനത്ത് നിന്ന് കൊടുക്കാന്നുള്ളൊരാഗ്രഹം നമ്മൾ നിറവേറ്റി. സന്തോഷത്തിലാണ്. നാളെ ഭയങ്കര ഹാപ്പിയാണ്, ഉഷാറായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ചെർപ്പശ്ശേരി നിന്നാണ് വരുന്നത്. ചെർപ്പശ്ശേരിയിൽ അയ്യപ്പൻകാവ് ക്ഷേത്രം കെട്ടിറച്ച് വരുന്നത്. അവൻ്റെ ചോറിന് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ അബുദാബിയിലാണ്. അപ്പോൾ ചോറുണയിക്കാനായിട്ട് അയ്യപ്പൻ്റെ അടുത്ത് പരിപാടിയാണ്, അതിനുവേണ്ടി വന്നു. കന്നി കർക്കിടകം മാസങ്ങളൊഴിച്ച് എല്ലാ മാസപൂജകൾക്കും നിരവധി കുരുന്നുകളാണ് അയ്യപ്പസ്വാമിക്ക് മുന്നിൽ ചോറൂണിഞ്ഞ് എത്തുന്നത്. കളിയും ചിരിയും കുസൃതിയും കൊണ്ട് നിഷ്കളങ്കത നിറഞ്ഞ കുഞ്ഞുങ്ങളുടെ മനോഹര കാഴ്ചകൾ, ഒപ്പം രക്ഷിതാക്കളുടെ ഭക്തിയും. ഇങ്ങനെ ചില കാഴ്ചകൾക്കും സാക്ഷ്യം വഹിക്കുകയാണ് അയ്യന്റെ തിരുസന്നിധി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് സർവകക്ഷി ഹർത്താൽ ആചരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് മിഥുൻ പിള്ളയും മെഡിക്കൽ കോളേജിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാലും ചേരുന്നു. ആദ്യം നമുക്ക് മിഥുൻ പിള്ളയിലേക്ക് പോകാം. മിഥുൻ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആന വിരണ്ടോടിയ തിക്കിലും തിരക്കിലും പെട്ട് 3 മരണം സംഭവിച്ചു. നിരവധി പേർ പരിക്കേറ്റിപ്പോഴും ചികിത്സയിലാണ്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു അപകടം ഉണ്ടായത് എന്നതിൻ്റെ അടിസ്ഥാനം, പ്രാഥമിക അന്വേഷണം ഇവയൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്?
രോഹിണി, നമ്മളിപ്പോൾ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്ര ഭൂമിയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഉത്സവത്തിൻ്റെ അവസാന ദിവസം നടന്ന ഈ ഒരു ദാരുണമായ സംഭവം. അതിൽ 3 പേരാണ് മരണമടഞ്ഞത്. അതൊരു ആളുകളെ സംബന്ധിച്ച് വലിയ ഒരു ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറും ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല പോലീസിന് പുറമെ വനം വകുപ്പും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശവാസി കൂടിയായ രതീഷ് ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഇന്നലെ ഒരു അപകടം? എങ്ങനെയായിരുന്നു? ഇവിടുന്ന് താലപ്പൊലിക്ക് വേണ്ടിയിട്ട് വരും. ഇവിടുന്ന് പോയിട്ടാണ് താലപ്പൊലി അവിടുന്ന് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടി 2 ആനയും തിടമ്പിൾ എഴുന്നേച്ചിട്ട് 2 ആനയ്ക്ക് ഒന്നിച്ച് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഓരോ ആനയായിട്ടാണ് വളയുന്നത്. ഈ വളവിൽ 2 ആനയും കൂടി വളയാൻ പറ്റില്ല. അപ്പോൾ ഒരു ആന വളഞ്ഞ് മുന്നോട്ട് പോയി, 2ാമത്തെ ആന ബാക്കിലുണ്ട്. അതും വളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ആൾക്കാരെടുത്താണല്ലോ, ഏകദേശം ആ ആൾക്കാർ ഇരിക്കുന്ന ഭാഗത്തേക്കാണുള്ളത്. ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരുന്ന സമയത്താണ് അവിടെ നിന്നുള്ള മുന്നോട്ട് പോയി ആന തിരിച്ചത്. ഈ പടകം പൊട്ടുന്ന ഒച്ച കേട്ടിട്ടാവാനാണ് ചാൻസ്. കാരണം അത് മതം പൊട്ടിയതല്ല, ഒന്നും ചെയ്തിട്ടില്ല, ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. അത് വിരണ്ടോടി തന്നെയാണ്. തിരിഞ്ഞ സമയത്ത് അതിനോട് കുത്ത് കിട്ടി. മറ്റേ ബാക്കിലുള്ള ആനയ്ക്ക് കുത്തി. ആ ബാക്കിലുള്ള ആന കുത്തിയപ്പം ആ ബാക്കിലുള്ള ആന അതിൻ്റെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ 2 പേരും കൂടി ഇവിടുന്ന് കുന്തും തള്ളുമായി. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ മരണപ്പെട്ട ആൾക്കാരെല്ലാം. ആ സമയത്താണ് ആ ബിൽഡിങ് പൊട്ടി വീണതും അല്ലെങ്കിൽ അതിൻ്റെ ആന തട്ടിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. കറക്റ്റ് നമ്മളെല്ലാം ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു, ആനയുടെ ബാക്കിൽ തന്നെ. അവിടുന്ന് പെട്ടെന്ന് ഞാൻ ബാക്കോട്ട് ഓടി. അപ്പം ആ സമയത്ത് സംഭവിച്ച ദാരുണമായ ഈ കാര്യം, മരണം സംഭവിച്ചത് ആ ഒരു ഉന്തും തള്ളുമാണ് ആനേൻ്റെ. 2 ആനയും കൂടി ഒരു 5-10 മിനിറ്റ് ഇവിടുന്ന്. കാരണം അത് രക്ഷപ്പെടാനാണ്, 2നും വളഞ്ഞിട്ട് ഓടാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ മുന്നിലുള്ള ആന വളഞ്ഞ് ഓടിക്കഴിഞ്ഞപ്പം മറ്റേതും അതിൻ്റെ ബാക്കിൽ തന്നെ ഓടി പുറത്തേക്ക് അങ്ങ് പോയിട്ടുണ്ട്. അല്ലാണ്ട് ആനയായിട്ട് ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. ഈ ബിൽഡിംഗ് വീണതും ആ ആനയുടെ ഉന്തും തള്ളൂല്ലേ, അതിൽ കുടുങ്ങിപ്പോയ ആൾക്കാരാണ് ഈ മരണം സംഭവിച്ച ആൾക്കാർ. എനിക്ക് ചെറിയൊരു ആനേൻ്റെ വാലുണ്ട്, ബാക്കിലുണ്ടായിരുന്നു. അപ്പം വാലുകൊണ്ട് ചെറുതായിട്ട് ഇവിടെ ഒരു അടി കൊണ്ടിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും പറ്റിയില്ല, കുറച്ചുകൊണ്ട് സഹായം കൊണ്ട് അങ്ങനെ ഒരു രക്ഷപ്പെട്ടു പോയി. പെട്ടെന്നുകൂടി ചെറുതായിട്ട് എൻ്റെ കണ്ണടയും തിരിച്ചു പോയി ഇന്നലെ അവിടുന്ന്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മളെല്ലാം കൂടി രക്ഷാപ്രവർത്തനം വണ്ടിയെല്ലാം വന്നു, അതിലെടുത്ത് വെച്ച് എല്ലാം സ്പീഡ്. പരിക്കേറ്റ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ മാക്സിമം വേണ്ട. കാരണം ആൾക്കാരുള്ളതുകൊണ്ട് വണ്ടിക്ക് വരാനുള്ള ചെറിയ ബുദ്ധിമുട്ടാണ്, റോഡിലെല്ലാം ആൾക്കാരുള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും മാക്സിമം സ്പീഡിൽ തന്നെ എല്ലാം കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു സങ്കടം. നാട്ടുകാരെ ഉത്സവം അവസാന ദിവസമായിരുന്നു. കാര്യമായിട്ടുള്ള താലപ്പൊലി എല്ലാം നടക്കേണ്ട സമയത്താണ്. താലപ്പൊലി എടുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ അവിടെ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ എല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ പിന്നെ പോകാനും പറ്റില്ല. ദേവീദേവനും പോയിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട്. അപ്പം അതൊന്നും നടന്നില്ല. പിന്നെ അതിന് ശേഷം പിന്നെ ആൾക്കാരെല്ലാം ഒരു സൈഡിലേക്കായി. കുറേ ആൾക്കാർ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറ്റി നിർത്തി, ബാക്കിയുള്ള ആൾക്കാരെല്ലാം സൈഡാക്കി. അതിനുശേഷമാണ് പിന്നെ വണ്ടിയെല്ലാം വന്നിട്ടെല്ലാം കാര്യങ്ങളെല്ലാം നടന്നത്. കാര്യങ്ങൾ വ്യക്തമാണ് രോഹിണി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാൻ. ഈ ഒരു ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ തിരിയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തൊട്ടപ്പുറത്തെ പറമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്നു. അപ്പോൾ ഈ പടക്കത്തിൻ്റെ ശബ്ദം കേട്ട് ഭയന്നാണ് ആന ഈ തിരിഞ്ഞത് എന്നാണ് വന്നത്. തിരിഞ്ഞ് മറ്റേ ആനയെ കുത്തുകയായിരുന്നു. പീതാംബരൻ, ഗോകുൽ എന്നീ 2 ആനകളാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ ആനകൾ തിരിയുകയും പെട്ടെന്ന് ഒരു പരിഭ്രാന്തിയായി. ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ പോയി ഇടിക്കുകയുമായിരുന്നു ഈ 2 ആനകളും. അപ്പോൾ ആ പഴയ കുറച്ച് പഴക്കമുള്ളൊരു കെട്ടിടമാണ്. ആ കെട്ടിടം ഇടിഞ്ഞ് താഴെ വീഴുകയായിരുന്നു. നമുക്ക് ഈ സ്റ്റെപ്പുകളിലൊക്കെ ആളുകൾ നിരന്നിരിക്കുന്നുണ്ട്. പ്രായമായ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കെട്ടിടം താഴേക്ക് ഇടിഞ്ഞ് വീഴുകയും ഈ കെട്ടിടത്തിൻ്റെ അടിയിൽപ്പെട്ടായിരിക്കണം കൂടുതൽ ഈ മരണപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കുക എന്നൊരു സൂചന തന്നെയാണ്. ആനയ്ക്കിടയിൽ ആളുകളെ ആക്രമിച്ചില്ല എന്നൊരു കാര്യം കൂടി ഈ നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഈ ശബ്ദം കേട്ട് വിരണ്ട് ഓടുകയായിരുന്നു. അതിനുശേഷം ഇവിടെ ഈ ഒരു കെട്ടിടം പൊളിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്കാണ്, അതായത് ഈ റോഡിൻ്റെ അങ്ങോട്ടേക്കാണ് ആനകൾ 2ഉം ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് മുഴുവൻ ആളുകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഇപ്പുറത്തെ ഭാഗത്ത് മുഴുവൻ ആളുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആന നേരെ റൂട്ടിലേക്ക് പോയതുകൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിലും സംഭവത്തെ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിലും ഈ റവന്യൂ വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ടത് ഈ മരണപ്പെട്ട 3 ആളുകളുടെയും മൃതദേഹം എന്നിവിടെ കുറവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും 3 ഇടങ്ങളിലേക്കായി കൊണ്ടുപോയി ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. ഈ സംഭവത്തോടനുബന്ധിച്ച് ഇവിടുത്തെ 9 വാർഡുകളിൽ, കൊയിലാണ്ടിയിലെ 9 വാർഡുകളിൽ ഇന്ന് ഈ സർവകക്ഷി പരമായിട്ട് ഇവിടെ ഹർത്താൽ ആചരിച്ചു വരികയാണ്. അതിനോട് നാട്ടുകാരെല്ലാം തന്നെ സഹകരിക്കുന്നുമുണ്ട്. രോഹിണി,
ഓക്കെ, നമുക്ക് ഗോകുലിലേക്ക് കൂടി പോകാം. ഗോകുൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഗോകുലിൽ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടക്കാനിരിക്കുന്നു. ഒപ്പം പരിക്കേറ്റവരുമുണ്ട്. അവിടെ വിവരങ്ങൾ എന്താണ്? നിലവിൽ ഇപ്പോൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 14 പേരാണ്. 12 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 2 പേർ ജില്ലയിൽ തന്നെ മറ്റു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്ന സമയത്ത് 31ഓളം പേരാണ് കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റു സ്വകാര്യ ആശുപത്രിയിലൊക്കെയായി പ്രവേശിപ്പിച്ചത്. എന്നാൽ അവരുടെ പരിക്കുകൾ നിസ്സാരമാണ് എന്നത് കണ്ട് ഇന്നലെ രാത്രി തന്നെ പല ആളുകളെ മടക്കി അയക്കുകയാണ്. അതിൽ 12 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 2 പേരുടെ പരിക്കാണ് സാരമുള്ളത് എന്ന് പറയുന്നത്. അതായത് അവരുടെ കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. ബാക്കി 10 പേരുടെയും നില തൃപ്തികരമാണ്, കുഴപ്പമില്ല. ഈ കാലിന് പൊട്ടുള്ള ആളുകളുടെയും ജീവനോ മറ്റ് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊന്നും എത്തില്ല. എന്നാലും ഗുരുതരമാണ് എന്ന് പറയുന്നത് 2 പേരുടെ പരിക്ക് മാത്രമാണ്. അവരുടെ കാലിന് പൊട്ടലുണ്ട്. ചില ആളുകളുടെ തലയ്ക്കൊക്കെ പൊട്ടലേറ്റിട്ടുണ്ട്. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഈ ആന വിരണ്ടോടുന്ന സമയത്ത് അതിന് സമീപത്തുണ്ടായിരുന്ന തിടപ്പള്ളിയിൽ ഇരുന്ന ആളുകൾക്കാണ് കൂടുതലായും പരിക്കേറ്റിട്ടുള്ളത്. തിടപ്പള്ളി പൊളിക്കുന്ന സമയത്ത് അത് ആന വിരണ്ടോടി തിടപ്പള്ളി ആക്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഓടുകളും മറ്റും ഇവരുടെ തലയിൽ വീഴാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അങ്ങനെ തലയ്ക്കും കാലിനുമാണ് കൂടുതലായും ഗുരുതരമായി പരിക്കേറ്റുള്ളത്. 2 പേർക്ക് മാത്രം കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മെഡിക്കൽ കോളേജ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ബുള്ളറ്റിൻ പുറത്തുവിടുന്ന സമയത്താണ് ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിലും ഇവരുടെ ആരുടെയും ജീവന് ഭീഷണിയില്ല, അപകടനില തരണം ചെയ്തു എന്ന വിവരം തന്നെയാണ്, ശുഭകരമായിട്ടുള്ളൊരു വിവരം തന്നെയാണ് ചികിത്സയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ 8 മണിക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൊയിലാണ്ടി പോലീസ് ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് എത്തണം, അവരെത്തിയിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് 8 മണിക്ക് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും എത്രയും വേഗം തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം പ്രവർത്തനങ്ങൾക്ക് പെട്ടെന്ന് പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൊയിലാണ്ടി പോലീസും ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇവരിങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ, ബന്ധുക്കൾക്ക് വിട്ടുകഴിഞ്ഞാൽ ഈ പറഞ്ഞ അപകടം നടന്ന പ്രദേശത്ത്, അതായത് കൊയിലാണ്ടി കുറവങ്ങാട് വെച്ച് ഒരു മാവിൻ ചുവട്ടിൽ ഇവരുടെ 3 പേരുടെ ഇവരുടെ എല്ലാ പൊതുപ്രദർശനം ഉണ്ടാവുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. വീണ. ഓക്കെ, ഗോകുലും മിഥുൻ പിള്ളയുമാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല മാസ്റ്റർ പ്ലാനിനായി 220 കോടി അനുവദിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. 2016-17 മുതൽ 2024-25 വരെ സർക്കാർ അനുവദിച്ചത് 79.72 കോടിയെന്ന് വിവരാവകാശ രേഖ. ദേവസ്വം റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി വിനീഷ് ചേർന്നു. വിനീഷ്, വലിയ ഒരു അന്തരം ഈ അനുവദിച്ചു എന്ന് പറയുന്ന കോടിയും ചെലവഴിച്ചു അല്ലെങ്കിൽ വകയിരുത്തി എന്ന് പറയുന്ന കോടികളും തമ്മിലുണ്ട് എന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. എന്തൊക്കെ കണക്കുകൾ, പൊള്ളയായ കണക്കുകൾ തെളിഞ്ഞു വരുന്നു? ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം പതിവ് പോലെ നടക്കുന്നു. പക്ഷേ ആ പദ്ധതികളൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ജനം ടിവി ഈ പുറത്തുവിടുന്ന വിവരാവകാശ രേഖ. പ്രത്യേകിച്ച് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് 220 കോടി രൂപ അനുവദിച്ചെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ വിവരാവകാശ രേഖ പ്രകാരം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി പ്രസംഗത്തിലുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ പറഞ്ഞിരുന്നതും 220 കോടി രൂപ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി അനുവദിച്ചിരുന്നു എന്നാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് വെറും 79.72 കോടി രൂപ മാത്രമാണ് നാളിതുവരെ ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലും സംസ്ഥാന സർക്കാർ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. കോടികളാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലും ശബരിമലയുടെ വികസനത്തിനായി മാറ്റിവെച്ചത് എന്ന പ്രഖ്യാപനം KN ബാലഗോപാലിന്റെ ബഡ്ജറ്റ് അവതരണത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ശബരിമല വികസനത്തിനായി സർക്കാർ ഉപയോഗിക്കുന്നില്ല. ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറയുമ്പോൾ ശബരിമലയുടെ പൂർണ്ണമായ വികസനങ്ങൾ, സ്ഥലമേറ്റെടുപ്പ് കൊണ്ട് ഒപ്പം തന്നെ എത്തുന്ന ഭക്തരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നത്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിമല മാസ്റ്റർ പ്ലാനിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ അനുവദിച്ചത് കേവലം 79 കോടി രൂപയാണ്. 2016-17 കാലഘട്ടത്ത് സർക്കാർ അനുവദിച്ചത്
12 കോടി 18 ലക്ഷം രൂപ. തുടർന്ന് അതിനുശേഷം 2017-18 കാലഘട്ടത്തിൽ 25 കോടി രൂപ അനുവദിക്കുന്നു. 2018-19 കാലഘട്ടത്തിൽ 22 കോടി 44 ലക്ഷത്തി 37,380 രൂപ. 2019-ലാകട്ടെ 2019-2020 കാലഘട്ടം നമുക്കറിയാം, ശബരിമല യുവതി പ്രവേശന വിഷയമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം, വലിയ വിവാദങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 1 രൂപ പോലും ശബരിമല വികസനത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. സർക്കാരിനെ ഏറെ വിവാദത്തിലേക്ക് വിനീഷ്, ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി കെ ഗോവിന്ദൻ നമ്പൂതിരി, വിവരാവകാശ പ്രവർത്തകനായ കെ ഗോവിന്ദൻ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി, ശബരിമല മാസ്റ്റർ പ്ലാനിനായി 220 കോടി അനുവദിച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാദമാണ് പൊളിയുന്നത്. കാരണം വിവരാവകാശ രേഖകൾ പ്രകാരം 2016-17 മുതൽ 2024-25 വരെ സർക്കാർ ആകെ കൂടി അനുവദിച്ചത് 79.72 കോടി എന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. പൊള്ളയായ വാദമുഖങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതെ, ഇത് ശബരിമല എന്ന് പറയുന്ന ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ഈ വിവരാവകാശ രേഖ വഴി പുറത്തു വരുന്നത്. കാരണം സർക്കാർ നിരന്തരം പറയുന്നത് ശബരിമലയുടെ വികസനത്തിനായി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് പറയുന്നതെങ്കിലും ബഡ്ജറ്റിൽ കോടികളാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. പ്രളയം 2018-19 പ്രളയത്തിന് ശേഷവും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ മാസ്റ്റർ പ്ലാനിൽ പല പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും പാതി വഴിയിലാണ്. അതല്ല, ഇതിന് കൃത്യമായിട്ട് ബഡ്ജറ്റിൽ ഫണ്ട് പറയുന്നെങ്കിലും ഇതൊന്നും കൃത്യമായിട്ട് അനുവദിക്കപ്പെടുന്നില്ല. ഈ ശബരിമല എന്ന് പറയുന്ന ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ട പ്രാധാന്യങ്ങളൊന്നും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ഇതുവഴി വരുന്നത്. മാത്രമല്ല, ഈ മാസ്റ്റർ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരുന്നത്. ഈ ഉന്നതാധികാര സമിതി പോലും ഇപ്പൊ ഒരു പൊള്ളയായി എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള അവലോകന യോഗങ്ങളോ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ പുരോഗതി എന്തായെന്നോ അല്ലെങ്കിൽ എത്ര പദ്ധതികൾ ഈ ശബരിമല മാസ്റ്റർ പ്ലാനിൽ പ്രഖ്യാപിച്ചത് പൂർത്തീകരിച്ചു, ഇതിൽ എത്ര പദ്ധതികളാണ് ഇപ്പം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുമായി സർക്കാർ മുമ്പോട്ട് പോകുന്നത്, ഈ വിവരങ്ങളെ പറ്റി ഒന്നും ഒരു കൂടിയാലോചനകൾ പോലും ഈ ഉന്നതാധികാര സമിതിയിൽ പോലും നടക്കുന്നില്ല. അപ്പൊ ഇത് കാണിക്കുന്നത് ശബരിമലയോട് സർക്കാരിനുള്ള അവഗണനയുടെ കൃത്യമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ശബരിമലയ്ക്ക് വേണ്ട പ്രാധാന്യം നൽകാനും ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാനും സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ചിനും കൃത്യമായിട്ട് ഇതിനകത്തൊരു പങ്കുണ്ട്. അപ്പം ദേവസ്വം ബെഞ്ചിനും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി സമർപ്പിച്ചിരുന്നു. മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞ പദ്ധതികൾ വൈകുന്നു, ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇതിലും കൃത്യമായിട്ടൊരു അലംഭാവം കാണുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി പ്രതികരിച്ചതിന്. വിനീഷിലേക്ക് വീണ്ടും പോവുകയാണ്. വിനീഷ്, തുടരാം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് സമാനമായ നിലപാട് തന്നെയാണ് ഗോവിന്ദൻ നമ്പൂതിരിയും സൂചിപ്പിച്ചത്. അദ്ദേഹം വിവരാവകാശ പ്രവർത്തകനാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിവരാവകാശ രേഖകൾ പുറത്തുവിടുമ്പോൾ കൃത്യമായി സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ്, കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള പ്രദേശങ്ങളിൽ നവീകരണവും സ്ഥലമേറ്റെടുക്കലൊക്കെ ബന്ധപ്പെട്ടതാണ് മാസ്റ്റർ പ്ലാന്റെ ഭാഗം. പക്ഷേ സർക്കാർ പല ഘട്ടങ്ങളിൽ വാഗ്ദാനം നടത്തുന്നു. ദേവസ്വം ബോർഡ് ഇതിന് ചുക്കാൻ പിടിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനായി സംസ്ഥാന സർക്കാർ ഇത്ര കോടി രൂപ അനുവദിച്ചു എന്ന് സംബന്ധിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനപ്പുറം ഇത് യാഥാർത്ഥ്യമായി ഭക്തർക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ ഭക്തർക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു നിലപാടിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസന പദ്ധതികൾ ശബരിമലയിൽ നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം 220 കോടി രൂപ 2016-17 കാലഘട്ടത്തിലാണ് അനുവദിക്കുന്നത്. അത് 2025 എത്തുമ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ വെറും 79 കോടി രൂപ മാത്രമാണ്
ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും ഇതിലെ വിരോധാഭാസം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പണം പോലും കൃത്യമായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം ആ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിയുന്നില്ല. അതിൻ്റെ അലംഭാവം ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് സർക്കാരിന് ശബരിമലയോടുള്ള അലംഭാവത്തിന്റെ പ്രധാന സൂചനകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു മാസ്റ്റർ പ്ലാൻ പദ്ധതി പോലും പാതി വഴിയിൽ ഇത്തരത്തിൽ പണം അനുവദിക്കാതെ പല പദ്ധതികളും നിലച്ചു നിൽക്കുന്നതിന് പ്രധാന ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. രോഹിണി, എന്തായാലും മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു. അനാവശ്യമായ വാദമുഖങ്ങളാണ് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. 220 കോടി ആണ് നൽകിയത് എന്ന് പറയുമ്പോൾ അവിടെ കേവലം 79 കോടി മാത്രമാണ് മുടക്കിയിരിക്കുന്നത് എന്നാണ്. വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇടിക്കൂട്ടിൽ വീണ്ടും സ്വർണ്ണ മെഡൽ നേടാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം സ്വദേശി സഞ്ജു. കിക്ക് ബോക്സിംഗിൽ ഈ 26-കാരി ഇതുവരെ നേടിയത് 30ഓളം മെഡലുകളാണ്. 2025 തായ്ലൻഡ് വേൾഡ് കപ്പിൽ മെഡൽ നേടുകയാണ് സഞ്ജുവിൻ്റെ അടുത്ത ലക്ഷ്യം. മലയാളികൾക്ക് സുപരിചിതമല്ലാത്ത കായിക ഇനത്തിലാണ് സഞ്ജു തന്റെ സ്വപ്നങ്ങൾ ചേർത്തുവച്ചത്. 2014 കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പഠനകാലത്താണ് ബോക്സിംഗ് എന്ന ആഗ്രഹം സഞ്ജുവിലുണ്ടായത്. ആദ്യം ബോക്സിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സഞ്ജു പരിശീലകനായി വിവേകിനെ പരിചയപ്പെട്ടതിനു ശേഷമാണ് കിക്ക് ബോക്സിംഗ് പഠിക്കുന്നത്. 6 ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡൽ, തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം, ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം. ഇങ്ങനെ തുടരുകയാണ് സഞ്ജുവിന്റെ മെഡൽ നേട്ടം. എനിക്ക് കുറച്ച് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ബോക്സിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്ത് ജോർ എന്ന് പറഞ്ഞ എൻ്റെ കോച്ച്, ആദ്യത്തെ കോച്ചിൻ്റെ അടുത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് എൻ്റെ ഇപ്പോഴത്തെ കോച്ച് വിവേക് സാറ് എനിക്ക് കിക്ക് ബോക്സിങ്ങിലേക്കൊരു വഴിയൊരുക്കി തന്നു. അതിലേക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാൻ പറ്റി. 7 വർഷമായിട്ട് ഞാൻ കിക്ക് ബോക്സിങ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ അച്ചീവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ, ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അതിൻ്റെ ആദ്യത്തെ ഔട്ട്സൈഡ് കൺട്രി ചാമ്പ്യൻഷിപ്പായിരുന്നു. അതിൽ ബ്രോൺസ് നേടിയാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ എൻ്റെ നേട്ടം കൈവരിക്കുന്നത്. അതിനു മുന്നേ സ്റ്റേറ്റ് നാഷണൽസ് ഇപ്പോൾ കണ്ടിന്യൂസ് ഞാൻ നാഷണൽ മെഡലിസ്റ്റാണ്, നാഷണൽ ചാമ്പ്യനാണ്. ഇപ്പോഴത്തെ എൻ്റെ കറൻ്റ്ലി നേട്ടമായിട്ടുള്ള ഓപ്പൺ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ. എൻ്റെ ഏറ്റവും നല്ല അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ നേടിയാണ്. സഞ്ജുവിന്റെ മെഡൽ നേട്ടത്തിന് പിന്നിൽ AS വിവേക് എന്ന പരിശീലകന്റെ കഠിനാധ്വാനവുമുണ്ട്. പ്രസന്റ് ആള് നാഷണൽ ചാമ്പ്യനാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആള് 6ഓളം ഇന്റർനാഷണൽ അറ്റൻഡ് ചെയ്തു. അതിൽ പോകുന്ന ഇന്റർനാഷണൽ എല്ലാം ഒരു മെഡൽ എന്നുള്ള, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മെഡൽ നേടുക എന്നുള്ളത് ആളുടെ ഒരു ലക്ഷ്യം തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട്. 2 വർഷം കൂടുമ്പോഴാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിൽ സഞ്ജുവിന് പങ്കെടുക്കാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞേക്കുന്നത് എന്ത് വന്നാലും ശരി തന്നെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. ഒരു പ്ലെയറിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യുക, അതിൽ 85ഓളം രാജ്യങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പം അത്രയും രാജ്യങ്ങളുടെ ഇടയിൽ നമുക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ആളുടെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യത്തിനുള്ള ആത്മാർത്ഥതയും എല്ലാം കൊണ്ട് തന്നെയാണ് സഞ്ജു ഈ ഒരു ലെവലിൽ എത്തിപ്പെടാനും, അതുപോലെ വീട്ടുകാരുടെ സപ്പോർട്ടായിരുന്നാലും പറയാതിരിക്കാൻ വയ്യാത്തതാണ്. കിക്ക് ബോക്സിംഗിൽ ഏറെ മുന്നേറണമെന്നതാണ് സഞ്ജുവിന്റെ ആഗ്രഹം. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്റെ സ്വപ്നങ്ങളെ പിന്നോട്ട് വലിക്കുന്നുവെന്ന് സഞ്ജു പറയുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഷ്ടപ്പാടിൽ മുന്നോട്ട് വീട്ടുകാർ ഒരുപാട് താങ്ങുന്നുണ്ട്. ലോണും പിന്നെ അവരുടെ കയ്യിൽ നിന്നുള്ളതും ബാക്കി കോച്ചും ബാക്കി ഒരുപാട് പേരുടെ സഹായത്തിലാണ് ഔട്ട്സൈഡ് കൺട്രി കോമ്പറ്റീഷൻസ് പോകുന്നത്. ഒരു സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു സ്പോൺസർ ഇല്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അച്ഛൻ സാധാരണ ലോഡിങ്ങിൻ്റെ ഇതാണ്, അമ്മയും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളത്. വളരെ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് എൻ്റെ കോച്ചിൻ്റെ ഒരു സഹായത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുമട്ടുതൊഴിലാളിയായ സജിയുടെയും മഞ്ജുവിന്റെയും മകളാണ് സഞ്ജു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴും തന്റെ കുടുംബത്തിന്റെ പിന്തുണയാണ് സ്വപ്നങ്ങളിലേക്ക് ഉയരാൻ സാധിച്ചതിന്റെ പിന്നിലെന്ന് സഞ്ജു ഓർമ്മിക്കുന്നു. ജനം, തിരുവനന്തപുരം. ഇതിൽ നിന്ന് നമ്മൾ ഈ മണിക്കൂറിലെ ഒരു
പ്രധാന ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന ദൈനംദിന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന വിചിത്ര ആവശ്യവുമായി തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ. നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന യോഗത്തിലാണ് യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഇടത് അനുകൂല യൂണിയൻ ഉന്നയിച്ചിരിക്കുന്നത്. ആവശ്യം ഉന്നയിച്ച് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയ കത്ത് ജനം ടിവിക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ്. ബോർഡിൽ അംഗീകാരമുള്ള ഏക യൂണിയൻ്റേതാണ് ഈ ആവശ്യം എന്നുകൂടി ഓർക്കുക. ബി വിനീഷ് ചേരുന്നവരുമായി. വിനീഷ്, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗങ്ങളിലേക്ക് യൂണിയനുകൾക്ക് എന്ത് കാര്യം ഇത് കേൾക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തോന്നാം. പക്ഷേ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് കൂടി കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ അവർ പറയുന്ന ന്യായം എന്താണ്? യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം എന്താണ്? നിലവിൽ യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ആവശ്യമില്ല. സാധാരണ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ യൂണിയൻ നേതാക്കളെയും വിവിധ വകുപ്പുകളിലെ യൂണിയൻ നേതാക്കളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നത് അല്ലെങ്കിൽ ആ ബോർഡുകൾ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ, തൊഴിലാളികളുടെ വിഷയങ്ങളുണ്ടായാൽ അത്തരം വിഷയങ്ങളിൽ മാത്രമാണ് ചർച്ചയ്ക്ക് വിളിക്കാറ്. ഇപ്പോൾ ഒരു വിചിത്ര നിലപാടുമായാണ് ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫെഡറേഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ നൽകിയിരിക്കുന്ന കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ്. ഏറ്റവും പ്രധാനം വിചിത്രമായ ഒരു കത്ത് എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇടത് യൂണിയൻ മാത്രമാണ് ദേവസ്വം ബോർഡിലെ ഇപ്പോൾ അംഗീകൃത യൂണിയനായി നിലനിൽക്കുന്നത്. ഈ കോൺഫെഡറേഷൻ മാത്രമാണ് അംഗീകൃത യൂണിയൻ. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കത്ത് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇടത് യൂണിയൻ ഭാരവാഹികൾ കൈമാറിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സർക്കാർ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളും, ഉദ്യോഗസ്ഥരുടെ ദൈനംദിന യോഗങ്ങൾ, ഒപ്പം തന്നെ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിലെ എല്ലാ യോഗങ്ങളും, അങ്ങനെ എല്ലാ യോഗങ്ങളെക്കുറിച്ചും ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്നത് പ്രധാനമായും ഇത്തരത്തിൽ തന്നെയാണ്. ഈ യോഗങ്ങളെല്ലാം തന്നെ കൃത്യമായി തങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ യോഗം പോലും നടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തിട്ടൂരത്തിലേക്കാണ് ഇടത് യൂണിയൻ ഭാരവാഹികൾ എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. കാരണം പുതുതായി ഒരു ജീവനക്കാരൻ ദേവസ്വം ബോർഡിലേക്ക് എത്തിയാൽ ഈ ഇടത് യൂണിയന്റെ ഭാഗമായി മാത്രമേ പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ദൈനംദിന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ പോലും പങ്കെടുക്കുന്നത് ഇടത് യൂണിയന്റെ ഭാരവാഹികളാണ്. ഒരു ചെറിയൊരു ഹൈറാർക്കി പ്രശ്നം, ചെറുതല്ല വലിയ തോതിൽ അതിലൊരു ഹൈറാർക്കി പ്രശ്നവും കൂടി നിലനിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഒരു ഓഫീസിലെ ഒരു ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഈ യോഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു യൂണിയന്റെ പ്രതിനിധി പങ്കെടുത്തുകൊണ്ട് നിർണായകമായ ഒരു തീരുമാനം അസിസ്റ്റന്റ് കമ്മീഷണർ എടുക്കുമ്പോൾ ആ നിർണായകമായ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഈ യൂണിയൻ ഭാരവാഹിക്ക് സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ, സർക്കാർ ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ഈ യൂണിയൻ പ്രതിനിധികളെ കൊണ്ട് സാധിക്കും. ഒപ്പം തന്നെ ഈ കൂടുതൽ സ്വാധീനം ബോർഡിനുള്ളിൽ കൊണ്ടുവരാൻ ഈ യൂണിയൻ ചിന്തിക്കുന്നു. നമ്മൾ പ്രത്യക്ഷമായി പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർണ്ണമായും ഇടതുവൽക്കരിക്കുക, ഇടത് യൂണിയന്റെ ഭാഗമാക്കുക ദേവസ്വം ബോർഡിനെ എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കത്ത് കൈമാറിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്ന ആക്ഷേപം തന്നെയാണ് മറ്റ് ഇതര സംഘടനകൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഈ ഒരു കത്ത് നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പിന്നിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെയും ഒരു മൗനാനുവാദമുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിനെ കൃത്യമായി ഈ ഒരു യൂണിയൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു നീക്കം, അണിയറ നീക്കം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന യോഗങ്ങളിൽ, ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ ഈ യൂണിയൻ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് പോയി കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് വരും കാലങ്ങളിൽ പ്രത്യേകിച്ച് ബോർഡ് അംഗങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനീതിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, വിനീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതായാലും അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ പിന്നിടുന്നു. രോഹിണി, നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. വൈറ്റ് ഹൌസിൽ നിർണായകമായി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ ഉടൻ ഭാരതത്തിന് കൈമാറുമെന്ന് അമേരിക്ക.
ഇരു രാജ്യങ്ങളും പുരോഗതിക്കായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി. യുക്രൈൻ വിഷയത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന സമാധാന ദൗത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും മോദി. സൗഹൃദത്തിന് ആക്കം കൂട്ടുന്ന ചർച്ചയാണ് നടന്നതെന്നും എക്സിൽ പ്രധാനമന്ത്രി. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് 6 വയസ്സ്. വീരമൃത്യു വരിച്ച 40 CRPF ജവാന്മാർക്ക് രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി. ശബരിമല മാസ്റ്റർ പ്ലാനിനായി 220 കോടി അനുവദിച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. അനുവദിച്ചത് 79.72 കോടി മാത്രമെന്ന് വിവരാവകാശ രേഖ. ജനം ബ്രേക്കിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇടത് അനുകൂല യൂണിയൻ. വിചിത്ര ആവശ്യം ഉന്നയിച്ച് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ. ദേവസ്വം ബോർഡിന് കത്ത് കൈമാറി. ജനം എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യമേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. മരുന്നു സംഭരണത്തിലെ കുടിശ്ശിക തീർക്കാൻ കഴിയാതെ സംസ്ഥാന സർക്കാർ. കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 693 കോടി രൂപ. വമ്പൻ കടം. അവശ്യ മരുന്നുകളുടെ സംഭരണത്തിനുള്ള ടെൻഡർ നടപടിക്രമങ്ങൾക്ക് വിഘാതം. കണ്ണൂരിലെ കൊലപാതക കേസിൽ നിരോധിത സംഘടനകളിലെ സാക്ഷികളെ സഹായിച്ചു പോലീസ്. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്കുള്ള സഹായം. ABVP പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ വധക്കേസിൽ. വിചാരണ വേളയിൽ സാക്ഷികൾ ഹാജരാകാതിരിക്കാൻ പോലീസ് ബോധപൂർവം സമൻസ് നൽകിയില്ല എന്ന് ആക്ഷേപം. തദ്ദേശ വകുപ്പ് യുവ ഉദ്യോഗസ്ഥ അതിദാരിദ്ര്യർക്കുള്ള റേഷൻ കാർഡ് സ്വന്തമാക്കിയെന്ന പരാതിയിൽ നടപടി. ആലുവ സ്വദേശിനിയായ ഉദ്യോഗസ്ഥയ്ക്ക് പിഴ ചുമത്തി സപ്ലൈകോ നോട്ടീസ്. കക്ഷി സ്വാധീനത്താൽ. ജനം ഫോളോ അപ്പ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു സുപ്രധാനമായ തീരുമാനങ്ങൾ അമേരിക്കയും ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം, അഥവാ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എക്സിൽ കുറിച്ച് ചില കാര്യങ്ങളുണ്ട്. ഭാരതവും അമേരിക്കയുമായുള്ള സൗഹൃദത്തിന് ആക്കം കൂട്ടുന്ന ചർച്ചയാണ് ട്രംപുമായി നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് അമേരിക്കയിൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റർ അഗെയിൻ എന്നും മോദി. ഭാരതത്തിൻ്റെയും അമേരിക്കയുടെയും മെഗാ പാർട്ട്ണർഷിപ്പ് എന്നും മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ക്രിയാത്മക ചർച്ചകളാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ നടന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ചർച്ചയായി. US-ലെ അനധികൃത താമസക്കാരായ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതായി അദ്ദേഹം പറഞ്ഞു. താരിഫ് വിഷയത്തിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ക്രിയാത്മക ചർച്ചകളാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ നടന്നത് എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്? തീർച്ചയായും രോഹിണി, വിക്രം മിശ്രി വ്യക്തമാക്കിയതുപോലെ തന്നെ വിശദമായ ചർച്ചകൾ, പല ചർച്ചകളും ക്രിയാത്മകമായ ചർച്ചകളും നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കൃത്യമായ നിയമത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് നാട് കടത്തുന്നതിനുള്ള നടപടികൾ കൃത്യമായി സ്വീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലോജിസ്റ്റിക്, അതായത് ഏത് രീതിയിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്, കാരണം അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ജയിലിൽ നിന്നുള്ള മോചനത്തിന് ശേഷം ഭാരതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ഭാരതത്തിലെത്തിക്കുകയും സുരക്ഷിതമായി അദ്ദേഹത്തെ ഇവിടെ തഹാവൂർ റാണയെ ഇവിടെ താമസിപ്പിച്ചതിന് ശേഷം വിചാരണ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. മാത്രമല്ല പല രീതിയിലുള്ള നടപടിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി NIA ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ എല്ലാ ലോജിസ്റ്റിക് ആക്ടിവിറ്റീസും പൂർണ്ണമായി ട്രംപ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഒപ്പുവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന ഒരു സാധ്യത കൂടിയുണ്ട്, ഒരു സാഹചര്യം കൂടിയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വിക്രം മിശ്രി ഈ ഒരു സ്ഥിരീകരണം നൽകിയത്. തീർച്ചയായും ഈ തഹാവൂർ റാണയുടെ നാടുകടത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ
അദ്ദേഹത്തെ നാട്ടിലേക്ക് ഭാരതത്തിനെ വിചാരണയ്ക്കായി വിട്ടു നൽകുന്നത് സംബന്ധിച്ച അന്തിമ ധാരണയുണ്ടായത് ഏറ്റവും ക്രിയാത്മകമായ ഒരു ചർച്ചാ വിഷയമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ട്രേഡ് രംഗത്തെ വാണിജ്യ രംഗത്തുള്ള ഇടപാടുകളുടെ വിഷയങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളുമാണ്. മറ്റൊരു പ്രധാന സംഭവവികാസം പ്രധാനമന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് ഭാരതത്തിൻ്റെ നിലപാട്, അതായത് അവിടെ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ഭാരതീയരുടെ കാര്യത്തിലെ നിലപാടാണ്. നേരത്തെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഏത് രാജ്യത്തായാലും അനധികൃതമായി എത്തിയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത ഭാരതത്തിനുണ്ട്. ഭാരതം തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം കൂടി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇത്തരത്തിൽ വലിയ പ്രതീക്ഷകളോടെ സ്വപ്നങ്ങൾ കണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ഇവരെ അങ്ങോട്ട് എത്തിക്കുന്നത് മനുഷ്യക്കടത്ത് സംഘങ്ങളാണ്. അത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ അനിവാര്യമാണ് എന്നൊരു വ്യക്തത വരുത്തുന്ന നിലപാടും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകളുടെ എല്ലാം തന്നെ നീക്കത്തിൻ്റെയും കൂടി ഭാഗമായാണ് ഈ ചർച്ചകളേറെ ക്രിയാത്മകമെന്ന ഒരു നിലപാടിലേക്ക് വിക്രമശ്രീ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാന വിഷയം താരിഫുമായി ബന്ധപ്പെട്ടാണ്. പലതരത്തിലുള്ള താരിഫ് സംബന്ധിച്ച്, അതായത് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിക്രമശ്രീ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 1600 cc മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനെ 30% നികുതി കുറച്ച ഒരു തീരുമാനം ഈ കഴിഞ്ഞ ബജറ്റിലുണ്ടായി. അത്തരത്തിൽ നിരവധിയായ ഇത്തരത്തിലുള്ള ബജറ്റിലെ ഇളവുകൾ തിരിച്ചും പരസ്പരം അത്തരത്തിലുള്ള ഇളവുകൾ സാധ്യമാക്കുന്നതോടെ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം വിപണി തുറന്നു കിട്ടുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. ഇത്തരത്തിലുള്ള പരസ്പരം ആശ്രിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു നീക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ക്രിയാത്മകമായ ചർച്ചകൾ ആണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അത്രയും കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നതിനും വിക്രമശ്രീയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. രോഹിണി. എന്ന് മാത്രമല്ല ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതായി കൂടി അദ്ദേഹം പറഞ്ഞു. കാരണം ഇതൊരു വലിയ വിഷയമായിരുന്നു അല്ലേ രോഹിണി? ഇത് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ അല്ലെങ്കിൽ സന്ദർശനം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യ എന്ത് നിലപാട് എടുക്കുമെന്നുള്ളത് ഇതെല്ലാം നിലപാട് കൂടി വ്യക്തമാക്കിയ കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. ഓക്കെ, നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ രാഷ്ട്രപതി ഭരണത്തിലൂടെ മണിപ്പൂരിൽ പൂർണ്ണമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം. കശ്മീർ മാതൃകയാണ് മണിപ്പൂരിലും പരീക്ഷിക്കുന്നത്. മണിപ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇത് 10ാമത്തെ രാഷ്ട്രപതി ഭരണമാണ്. ഗൗതം ചേർന്ന വിവരങ്ങളുമായി. ഗൗതം, എന്താണ് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം? ഗൗതം വിവരങ്ങൾ നൽകാനായി ചേരും. രാഷ്ട്രപതി ഭരണത്തിലൂടെ മണിപ്പൂരിൽ പൂർണ്ണമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ്. നേരത്തെ തന്നെ മണിപ്പൂരിൽ നിന്ന് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നത് കൂടിയാണ്. രാഷ്ട്രപതി ഭരണത്തിലേക്ക് വരണം എന്നുള്ളത്, സമാധാനം പുനഃസ്ഥാപിക്കാൻ അത് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ പല വഴികൾ നോക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി രാഷ്ട്രപതി ഭരണം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അത് ഈ കശ്മീർ മാതൃകയിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗൗതം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, എന്താണ് വിവരങ്ങൾ? വീണ, ഇന്നലെ രാത്രിയോടുകൂടി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ അജയ് കുമാർ ബല്ല, അദ്ദേഹം മുൻ ആഭ്യന്തര സെക്രട്ടറിയും ഇപ്പോൾ മണിപ്പൂർ ഗവർണറായി അടുത്ത കാലത്ത് നിയമിതനായ വ്യക്തിയാണ്. എന്തായാലും ജമ്മു കാശ്മീരിന്റെ മാതൃകയിൽ ഈ വിഘടനവാദത്തെയും ഭീകരവാദത്തെയും പൂർണ്ണമായി അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താൽക്കാലികമായുള്ള രാഷ്ട്രപതി ഭരണം ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ജമ്മു കാശ്മീരിൽ 2019 ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിന് തൊട്ട് മുൻപായി അവിടെ സൈന്യത്തെ ഇറക്കിക്കൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര ഭരണ പ്രദേശമായി ജമ്മു കാശ്മീരിനെ രണ്ടായി മാറ്റുന്നു. അതിനുശേഷം പിന്നീട് അവിടെ രാഷ്ട്രപതി ഭരണമാണ് അടുത്ത കാലം വരെ ഉണ്ടായത്. അങ്ങനെ കശ്മീരിൽ നമുക്കറിയാം ഭീകരവാദം വലിയ തോതിൽ കുറയുകയും ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും മുൻപുണ്ടായിരുന്നത് പോലെ സൈന്യത്തിന് നേരെയുള്ള കല്ലേറോ അല്ലെങ്കിൽ തുടർച്ചയായി ഭീകരാക്രമണങ്ങളോ ഇപ്പോൾ ജമ്മു കാശ്മീരിലില്ല. വിനോദസഞ്ചാരികൾക്ക് വരെ എത്താൻ പറ്റുന്ന രീതിയിലേക്ക് കശ്മീരിന്റെ സാഹചര്യമൊക്കെ മാറിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. മണിപ്പൂരിനെ സംബന്ധിച്ചും മണിപ്പൂരിൽ അടുത്ത കാലത്താണ് ചില സംഘർഷം രൂപപ്പെട്ടത്. 2023 മെയ് മാസം മുതൽ അവിടെ മെയ്തി കുക്കി വിഭാഗങ്ങൾക്കിടയിൽ ചില വംശീയമായ പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങിയ ആ സംഘർഷം അത് വീണ്ടും ഇപ്പോൾ രൂപപ്പെടുന്ന ഒരു
സാഹചര്യം ഉണ്ടായി. അതിനെ പൂർണ്ണമായി തന്നെ ആ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ തവണയല്ല, മറിച്ച് 10 തവണ ഇതിനു മുൻപ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം തുടർച്ചയായി ഈ വംശീയ സംഘർഷങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ 50-60 വർഷമായി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെയൊക്കെ ഭാഗമായി പലതവണ കോൺഗ്രസ് ഭരണകൂടം 10 തവണ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു എന്ന ചരിത്രം കൂടി മണിപ്പൂരിനുണ്ട്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി കേന്ദ്ര സർക്കാർ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിലൂടെ പൂർണ്ണമായി സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന് മുന്നിലുള്ളത്. വീണ. ഓക്കെ, ഏതായാലും കശ്മീർ മാതൃകയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. ഏതായാലും ഇതൊരു വലിയ ചരിത്രത്തിൽ ഇത് 10ാമത്തെ രാഷ്ട്രപതി ഭരണം കൂടിയാണ് മണിപ്പൂരിനെ സംബന്ധിച്ച് വരുന്നത്. ഏതായാലും ഒരു വലിയ നീക്കമായി തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് 6 വയസ്സ്. 40 CRPF ജവാന്മാരാണ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചത്. വീരബലിദാനികൾക്ക് ടീം ജനത്തിന്റെ പ്രണാമം. 2019 ഫെബ്രുവരി 14 താഴ്വരയിലെ പലയിടങ്ങളിൽ ഡ്യൂട്ടി പൂർത്തിയാക്കിയ CRPF ജവാന്മാരെ ശ്രീനഗറിലെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന വാഹനവ്യൂഹം ദേശീയപാതയിലൂടെ കടന്നുവരവെ അവന്തിപ്പോര മേഖലയിലെത്തിയപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ജവാന്മാരുടെ വാഹനവ്യൂഹത്തിന് നേരെ ഭീകരർ ഇടിച്ചു കയറ്റിയത്. ഓരോ ദേശസ്നേഹിയുടെയും നെഞ്ചിൽ മായാത്ത മുറിവായി ആ 40 ജവാന്മാരുടെ വീരമൃത്യു. പിറന്നാടിനു വേണ്ടി ജീവൻ ഹോമിച്ച ആ ജവാന്മാരുടെ വീരബലിദാനം ശത്രുവിന്റെ ഉന്മൂലനത്തിനുള്ള ഊർജമായി മാറി. കൃത്യം 12 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 26 അർദ്ധരാത്രി ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾ നിയന്ത്രണ രേഖ മറികടന്ന പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ഭസ്മമാക്കി. 1971 ശേഷം നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും ശക്തമായ പ്രത്യാക്രമണം കൂടിയായിരുന്നു ബലാക്കോട്ടിലേത്. ശത്രുരാജ്യത്തിന്റെ സംരക്ഷണയിൽ മറയിരുന്ന് ഭാരതമാതാവിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന 300-ലധികം കൊടും ഭീകരരെയാണ് ഒറ്റ രാത്രി കൊണ്ട് വ്യോമസേന കാലപുരിക്കയച്ചത്. ഭാരതത്തിന്റെ പ്രതിരോധ ശക്തിയിൽ ഒരു നാഴികക്കല്ലായി അത് മാറി. ഇത് പുതിയ ഭാരതമാണെന്ന് ലോകത്തിന് മുഴുവൻ നൽകിയ സന്ദേശം കൂടിയായി മാറി ബലാക്കോട്ടിലെ തിരിച്ചടി. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് രംഗത്തെത്തി. തെളിവിനായി മനുഷ്യബോംബായിരുന്ന ആദിൽ അഹമ്മദ് ദർ എന്ന ഭീകരന്റെ വീഡിയോയും പുറത്തുവിട്ടു. എന്നാൽ തങ്ങളുടെ പ്രിയ കൂടപ്പിറപ്പുകളുടെ ജീവത്യാഗത്തിന് എണ്ണം പറഞ്ഞ മറുപടി ഭാരത സൈന്യവും നൽകി. പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കാളിയായ എല്ലാ ഭീകരരെയും സൈന്യം വധിച്ചു. മുഖ്യ സൂത്രധാരൻ മസൂദ് അസറും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പിറന്ന നാടിനായി ജീവൻ നൽകിയ ഭാരതമാതാവിന്റെ വീരപുത്രന്മാർക്ക്, ധീര സൈനികർക്ക് ടീം ജനത്തിന്റെ പ്രണാമം. നാഷണൽ ഡെസ്ക്, ജനം. NCP നേതാവ് തോമസ് കെ തോമസ് MLA ഇന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും. NCP സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് PC ചാക്കോ തുടരുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ PC ചാക്കോയുടെ സ്ഥാനം ഇനി എന്താകും? വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമോ? മാറ്റങ്ങൾ എങ്ങനെ വരും? എന്നാൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച വളരെ പ്രാധാന്യമല്ലേ? തീർച്ചയായിട്ടും തോമസ് കെ തോമസിന്റെ ഈ ഒരു കൂടിക്കാഴ്ച, ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച, പ്രത്യേകിച്ച് ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ നിർണായക തീരുമാനങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. PC ചാക്കോ എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരുമെന്ന് ദേശീയ നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും കളത്തിന് പുറത്തേക്ക് ഇപ്പോൾ PC ചാക്ക എത്തി നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് സംസ്ഥാന NCP നേതൃത്വം ശശീന്ദ്രനും ഒപ്പം തന്നെ തോമസ് കെ തോമസും ഒരുമിച്ച് ഒരേ കളം പിടിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് PC ചാക്കോയ്ക്ക് കളമില്ലാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാന NCP നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് തോമസ് കെ തോമസ് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ദേശീയ NCPയുടെ മറ്റ് ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന്
ശശീന്ദ്രന് പകരം മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി പല ഘട്ടങ്ങളിൽ പി സി ചാക്കോ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളെയെല്ലാം മറിച്ചിട്ടുകൊണ്ടാണ് പുതിയ രാഷ്ട്രീയ സമവാക്യം, പ്രത്യേകിച്ച് NCPക്കുള്ളിൽ പുതിയ രാഷ്ട്രീയ സമവാക്യം ഉടലെടുത്തത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പി സി ചാക്കോ പുറത്തേക്ക് പോയിരിക്കുന്നു. ദേശീയ നേതൃത്വവുമായി തോമസ് കെ തോമസ് കൂടിക്കാഴ്ച നടത്തുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ പി സി ചാക്കോ രാജിവെക്കുന്ന സമയത്ത് തന്നെ NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനായി നിലവിലെ ശശീന്ദ്രൻ, സംസ്ഥാന വനംവകുപ്പ് മന്ത്രിയായ ശശീന്ദ്രൻ ഇടപെട്ടുകൊണ്ട് ഉടനെ തന്നെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് NCP ദേശീയ നേതൃത്വത്തിന് അയക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇതെല്ലാം നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് NCPയിലെ രാഷ്ട്രീയം അങ്ങനെ കുഴഞ്ഞു മറിയുകയാണ്. സംസ്ഥാനത്ത് കുഴഞ്ഞു മറിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് ശശീന്ദ്രൻ നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തോമസ് കെ തോമസ് മന്ത്രി എന്ന വാദം ഉയർത്തി മുന്നോട്ട് NCPക്കുള്ളിൽ വലിയ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ അതിനെല്ലാം പല ഘട്ടങ്ങളിലും എതിർപ്പുയർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പ്രത്യേകിച്ച് NCPയുടെ മന്ത്രിയെ മാറ്റാൻ സാധിക്കില്ല എന്ന ഒരു ഘടകകക്ഷിയുടെ പാർട്ടി നേതൃത്വത്തെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ നിന്നെല്ലാം തൽക്കാലം തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഒരു പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ മന്ത്രിയാകാൻ പോലും കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് വന്നതോടുകൂടി തന്നെയാണ് ശശീന്ദ്രനൊപ്പം ചേർന്ന് പി സി ചാക്കയെ ചവിട്ടി പുറത്താക്കിയത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ശരത് പവാറുമായുള്ള ഇന്നത്തെ കൂടിക്കാഴ്ച ഏറെ നിർണായകം തന്നെയാണ്. NCP സംസ്ഥാന ഘടകത്തിനും ഏറെ നിർണായകം തന്നെയാണ്. പുതിയ സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസിന് ഉടനെ തന്നെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനായി മാറുന്നതോടൊപ്പം കൂടുതൽ സേഫിലേക്ക് എത്തുന്നത്, മന്ത്രിപദത്തിൽ ഇനിയൊരു വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ശശീന്ദ്രന്റെ കാര്യം തന്നെയാണ്. ശശീന്ദ്രൻ വളരെ സേഫ് സോണിലേക്ക് ഈ ഒരു നീക്കത്തിലൂടെ, ഒരു അണിയറ രാഷ്ട്രീയ നീക്കത്തിലൂടെ മുന്നോട്ട് പോയിരിക്കുന്നു. മന്ത്രിപദത്തിൽ ശശീന്ദ്രൻ ഉറച്ചു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. NCPയിലെ രാഷ്ട്രീയം കുഴഞ്ഞു മറിയുമ്പോഴും തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായിക്കൊണ്ട് തൻ്റെ വലം കൈയിലേക്ക് മന്ത്രിസ്ഥാനം നിലനിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ശശീന്ദ്രൻ നടത്തുന്നതും എന്ന കാര്യത്തിൽ സംശയമില്ല. വീണ. ഓക്കെ, ശരി വിനീഷ്. കോട്ടയം പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എമ്മിനെ വെട്ടിലാക്കി ചെയർമാൻ ഷാജു വി തുരുത്തേൽ. പാർട്ടി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും പദവിയിൽ നിന്ന് ഒഴിയാൻ ഷാജി വി തുരുത്തേൽ തയ്യാറായില്ല. അതേസമയം ഷാജു വി തുരുത്തേലിനെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് നടക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. ഷാജി എൻ തുരുത്തലിനെ 2 വർഷമാണ് ഇത്തരത്തിൽ ചെയർമാൻ പദവിയിലേക്ക് മുന്നണി നിശ്ചയിച്ചിരുന്നത്. അവസാന 8 മാസം കൗൺസിലറായിട്ടുള്ള തോമസ് പീറ്ററിനും അധ്യക്ഷ സ്ഥാനം നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഈ പാർട്ടി പരമാവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി പദവി ഒഴിയാൻ, ഈ ചെയർമാൻ പദവി ഒഴിയാൻ ഷാജി വി തുരുത്തൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഓരോ തവണയും വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചും ഇത്തരത്തിലുള്ള നാടകങ്ങളുമായി, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രവുമായി ഈ പദവിയിൽ നിന്ന് ഒഴിയാതെ പിടിച്ചു തൂങ്ങുകയായിരുന്നു ഷാജി വി തുരുത്തന് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മുന്നണി ആവശ്യപ്പെട്ടതും ഒഴിയാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് ശേഷിക്കുന്ന സമയം കൂടി തുടരാൻ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഷാജി വി തുരുത്തൻ ആവശ്യപ്പെടുന്നത്, ഉന്നയിക്കുന്ന കാര്യം. ഇപ്പോൾ ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര കൗൺസിലറായിട്ടുള്ള സ്വതന്ത്ര കൗൺസിൽ ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അവിശ്വാസ പ്രമേയത്തെ ഭരണകക്ഷി അംഗങ്ങൾ കൂടി പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. നിലവിലിപ്പോൾ നഗരസഭയിൽ 26 അംഗ പാലാ നഗരസഭാ കൗൺസിലിൽ കേരള കോൺഗ്രസ് എമ്മിന് 10 അംഗങ്ങളും CPIക്ക് 6 അംഗങ്ങളും CPIക്ക് 1 അംഗവുമാണ് ഉള്ളത്. ആകെ 17 അംഗ ഭരണസമിതിയാണുള്ളത്. ഇതിൽ CPM അംഗം ബിനു പുളിക്കക്കണ്ടത്തെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ് നിലവിൽ. ബിനുവിനൊപ്പം തന്നെയാണ് മറ്റൊരു സ്വതന്ത്ര CPM കൗൺസിലായിട്ടുള്ള ഷീബ ജിയോയും നിൽക്കുന്നത്. എങ്കിൽ പോലും ഭരണപക്ഷത്തിന് ഈ കൗൺസിലർ ഇപ്പോൾ നിലവിൽ അധ്യക്ഷനായിട്ടുള്ള ഷാജി തുരുത്തിനെ കൂടാതെ 14 അംഗങ്ങളും ഭൂരിപക്ഷമുണ്ട്.
പ്രതിപക്ഷത്ത് 9 അംഗങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിൽ മുന്നണി തീരുമാനം അനുസരിക്കാതെ മാറി നിൽക്കുന്ന ചെയർമാനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ കൂടി ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് ഇന്ന് നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിന്റെ പ്രാധാന്യം. 10 മണി വരെ രാജിവെക്കാനുള്ള ഒരു സമയം മുന്നണി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിനുശേഷം ചെയർമാന്റെ തീരുമാനത്തിനനുസൃതമായി വലിയ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ ഒരുപക്ഷെ പാലാ നഗരസഭയിൽ അരങ്ങേറാം. ഒരുപക്ഷെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ ഭരണകക്ഷിയിലെ ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഓക്കെ, ശരി. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ഇന്നും പൊള്ളുന്ന പകലാണെന്നാണ് റിപ്പോർട്ട്. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വേനലെത്തും മുമ്പേ കത്തിക്കയറുകയാണ് പകൽച്ചൂട്. ഓരോ ദിവസവും കഴിയുന്തോറും ചൂടിന് കാഠിന്യമേറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടതിലും കൂടുതലാണ് വരാൻ പോകുന്നതെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണ ഉള്ളതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യത എന്നുമാണ് നിരീക്ഷണം. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് സൂര്യകിരണങ്ങൾ നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കൊടും ചൂടിനൊപ്പം സൂര്യാഘാതം, സൂര്യതാപം, നീർജലീകരണം എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. ഉച്ചസമയത്ത് പരമാവധി വീടിനുള്ളിൽ തന്നെ ചെലവഴിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ജനം, തിരുവനന്തപുരം. ദുരന്തബാധിതർക്ക് പ്രത്യേക പാക്കേജ് എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം മുഖവിലക്കെടുക്കാതെ കോഴിക്കോട് വിലങ്ങാട് നിവാസികൾ. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് 6 മാസം പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാർ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷ വച്ച് പുലർത്താത്തത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാർ കൂടെയുണ്ട് എന്ന് പറയുന്നു, വലിയ സഹായ വാഗ്ദാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അത് പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് തുടർന്നിങ്ങോട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിലാകട്ടെ, കോഴിക്കോട് വിലങ്ങാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ എന്നുള്ളതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പോൾ ഈ വിലങ്ങാട്ടെ പ്രദേശവാസികൾ സർക്കാർ പ്രഖ്യാപനങ്ങളിലൊന്നും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ വെറും പാഴ്വാക്കുകളാകും എന്നുള്ള ഒരു നിസ്സംഗതയാണ് അവരിൽ അവശേഷിക്കുന്നത്. അവരുടെ ഒരു പ്രതികരണം ഗൂഗിളിന് ലഭ്യമായോ? എന്താണ് വിവരങ്ങൾ? അതെ, അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകി പോകുന്നു. നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുന്ന കാലം വരെ സർക്കാർ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് നൽകുന്നത്. പക്ഷേ അത് പാലിക്കാൻ സർക്കാരിനാവുന്നില്ല. അതിനവർ അവരുടെ ജീവിതത്തിൽ നിന്ന്, അതായത് 6 മാസം മുമ്പാണ് വയനാട് എന്നതുപോലെ കോഴിക്കോട് വിലങ്ങാടും വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഒരാൾ മരണപ്പെട്ടു. ആ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച വിവരം നേരത്തെ ലഭ്യമായതിനാലാണ് ഇത്തരത്തിലുള്ള മരണത്തിന്റെ സംഖ്യ കുറയ്ക്കാൻ സാധിച്ചത്. എന്നാൽ വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം അവിടെ ഉണ്ടായി. 12 വീടുകൾ പൂർണ്ണമായും നശിച്ചു. 112ഓളം വീടുകൾ വാസയോഗ്യമല്ലാതായി. പല ആളുകൾക്കും അവിടെ താമസിക്കാൻ സാധിക്കാതെ വാടക വീട്ടിലാണ് കഴിയുന്നത്. ആ സമയത്തൊക്കെ സമാശ്വാസം എന്ന രീതിയിൽ പല പ്രഖ്യാപനങ്ങളും സർക്കാർ നടത്തുകയുണ്ടായി. വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാവരുടെയും വാടക കുടിശ്ശിക സർക്കാർ നൽകുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല എല്ലാ ആളുകൾക്കും 10,000 രൂപ സമാശ്വാസം എന്ന രീതിയിൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും പാലിക്കാൻ സർക്കാരിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ പ്രഖ്യാപനങ്ങളിൽ വിശ്വാസമില്ല എന്നൊരു നിലപാടുമായി അവിടെയുള്ള ജനങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം ഇത് വിശ്വാസമില്ല എന്ന് പറയുമ്പോഴും അത് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. ഈ 3 മാസം മാത്രമാണ് ഇവരുടെ വാടക കുടിശ്ശിക നൽകിയിട്ടുള്ളത്. ബാക്കി പല ആളുകളും, അതായത് 112ഓളം വീടുകൾ വാസയോഗ്യമല്ല. ഇവരൊക്കെ ഇപ്പോഴും ബന്ധു വീടുകളിലോ വാടക വീടുകളിലോ കഴിയുകയാണ്. അവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇവരുടെ കാർഷിക ഭൂമി, ഹെക്ടർ കണക്കിന് ഏക്കർ കണക്കിന് കൃഷിഭൂമി പൂർണ്ണമായും നശിക്കപ്പെട്ടു. അവിടെ കൃഷി ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അവിടെ വന്ന് മൂടിയിട്ടുള്ള വലിയ കല്ലുകളും മണ്ണുകളും മരങ്ങളും ഒന്നും മാറ്റാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലെയും കുടിവെള്ള പദ്ധതികൾ പോലും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. റോഡുകൾ പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ നവീകരണം പൂർത്തിയാക്കിയിട്ടില്ല. പുഴകളിൽ പൂർണ്ണമായിട്ടും വലിയ മരങ്ങളും കല്ലുകളും നിറഞ്ഞിരിക്കുകയാണ്. അതൊന്നും മാറ്റാൻ ആവശ്യമായ നടപടികളൊന്നും സർക്കാർ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പുതിയൊരു പ്രഖ്യാപനവുമായിട്ട് പുതിയ ബജറ്റിൽ ഇതിന്റെ പദ്ധതി വിഹിതം ഉൾക്കൊള്ളിക്കാമെന്ന പ്രഖ്യാപനവുമായിട്ട് ധനമന്ത്രി വരുന്നു. ഈ സാഹചര്യം, അതായത് കഴിഞ്ഞ 6 മാസമായി ജനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന അവസ്ഥകൾ അവരുടെ
അവരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ പല പ്രഖ്യാപനങ്ങൾ നടത്തുകയും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും എന്നാൽ അത് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ സർക്കാർ കാര്യക്ഷമമായി ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ ഈ രീതിയിലുള്ള ഒരു പ്രതികരണവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതായത് പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്, പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത് എന്ന പ്രഖ്യാപനവുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടുമായിട്ട് ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അവർക്ക് വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് വാടക കൊടുക്കാനുള്ള നടപടിയെങ്കിലും അടിയന്തരമായി സർക്കാർ കൈക്കൊണ്ടതിന് ശേഷം വലിയ വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോകൂ, എന്നാലേ ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കൂ എന്നൊരു രീതിയിലുള്ള പ്രതികരണമാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി ഗോകുൽ, എന്തായാലും ഇത്തരത്തിൽ ദുരന്ത ബാധിതർക്ക് പ്രത്യേക പാക്കേജ് എന്നുള്ള ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ തന്നെയാണ് വിലങ്ങാട്ട് നിവാസികൾ മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും സർക്കാർ സാധിച്ചു കൊടുത്തിട്ടില്ല. പിന്നെയാണോ ഇത്ര വലിയ പാക്കേജ് എന്നുള്ള ഒരു വിമർശനാത്മക സ്വരം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗോകുൽ കെ വേണുഗോപാലാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളിൽ നിന്ന് 3.5 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ പിരിച്ചെടുത്ത ഹരിത നികുതി 70 കോടി. ഹരിത നികുതി വീണ്ടും 50% വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇതുവരെയുള്ള നികുതി പിരിവ് ചർച്ചയാകുന്നത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി പണം പിരിക്കാൻ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി 2021 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഹരിത നികുതി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ നികുതി നിരക്ക് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനാണ്. 2021 പ്രാബല്യത്തിൽ വന്ന് തൊട്ടടുത്ത വർഷം തന്നെ സംസ്ഥാന സർക്കാർ നികുതി നിരക്ക് 50% വർദ്ധിപ്പിച്ചു. ഇതോടെ 2021-22 ഹരിത നികുതിയായി ലഭിച്ച തുക 2022-23 ആയപ്പോൾ ഇരട്ടിയായി. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ ഇനത്തിൽ 70 കോടി 95 ലക്ഷം രൂപ സംസ്ഥാനം പിരിച്ചെടുത്തു. ഈ ബജറ്റിലും ധനമന്ത്രി KN ബാലഗോപാലൻ ഹരിത നികുതി വീണ്ടും 50% ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകൾ, മുച്ചക്ര വാഹനങ്ങൾ, കാറുകൾ എന്നിവയുടെ നികുതിയായിരിക്കും വർദ്ധിക്കുക. പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി വരുമാന മാർഗത്തിന് സംസ്ഥാനം ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം. ഇതുവഴി 2021 സംസ്ഥാന സർക്കാരിന്റെ വരുമാനം 11 കോടിയായിരുന്നെങ്കിൽ 22-23 ഇത് 21 കോടിയും 23-24 ഇത് 22 കോടിയായും വർദ്ധിച്ചുവെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇവിടെ പഴക്കം ചെന്ന വാഹനങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന സ്രോതസ്സായി കണക്കാക്കുന്നതിന് പകരം ഇത് പരിഹരിക്കപ്പെടുന്നതിന് എന്ത് മാർഗനിർദ്ദേശമാണ് ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കണം. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ നിയമം കൊണ്ടുവരാൻ സംസ്ഥാനം തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്നും ആരോപണമുണ്ട്. എറണാകുളം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ഗോവിന്ദൻ നമ്പൂതിരിക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഈ കാര്യങ്ങളുള്ളത്. ജനം, കോഴിക്കോട്. നൃത്തച്ചുവടുകളിൽ വിസ്മയം തീർക്കുന്ന വിസ്മയയ്ക്ക് ഇത് അഭിമാന നിമിഷം. NCC നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിക്കാട്ടാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയായ ഈ കൊച്ചുമിടുക്കി. 10 കുട്ടികളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്നും, അതും പല പല ജില്ലകളിലായിട്ട്. അപ്പോൾ അതിലൊരാൾ ഞാനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ ഒരുപാട് പ്രതിഭകളും ഉണ്ട്. അതിനോടൊപ്പം ഞാനും കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് ഓലത്താനി വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ വിസ്മയ. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക് ഇതാണ് മെയിൻ ഐറ്റംസ്. അതുപോലെ സബ് ജില്ല, ജില്ലാ, സ്കൂൾ കലോത്സവങ്ങൾ കലാതിലകമായിരുന്നു. പിന്നെ സ്കിറ്റ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് സ്കിറ്റ്. അതിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഡാൻസ് നാഷണൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു അനന്തപുരി. അതിലും എനിക്ക് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. 3-ാം വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്ന വിസ്മയ സ്കൂൾ കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമാണ്. സംസ്ഥാന തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയ കൊച്ചുമിടുക്കി പഠനത്തിലും മുന്നിലാണ്. നെയ്യാറ്റിൻകര സ്വദേശിയായ വിനോദ്, ലത ദമ്പതികളുടെ മകളായ വിസ്മയയുടെ ഈ നേട്ടം നാടും സ്കൂളും ഒരുപോലെ ആഘോഷിക്കുകയാണ്. കേരളത്തിന്റെ പ്രതിനിധിയായി വിസ്മയ ദേശീയ വേദിയിൽ വീണ്ടും വിസ്മയം തീർക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒരു നാട് മുഴുവനും. നിരവധി സ്വപ്നങ്ങളുമായി ചുവടുകൾ കൊണ്ട് മാസ്മരിക ലോകം തീർക്കാൻ ഒരുങ്ങുകയാണ് ഈ ചെറിയ കലാകാരി. ജനം, തിരുവനന്തപുരം.
മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കാൻ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും ഇന്ന് ആതിരപ്പള്ളിയിലെത്തും. ആദ്യഘട്ടത്തിൽ ആനയെ നിരീക്ഷിച്ച ശേഷമാകും ചികിത്സ നൽകുന്നത്. കോടനാട് അഭയാരണ്യത്തിലെത്തി ആനക്കൊട്ടിലും പരിശോധിക്കും. കഴിഞ്ഞ 3 ദിവസമായി വനം വകുപ്പ് ഡോക്ടർമാരും ജീവനക്കാരും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു തവണ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ആനയെ വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടുന്നത് വെല്ലുവിളി നിറഞ്ഞതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിലും ആനയ്ക്ക് ചികിത്സ നൽകാൻ തന്നെയാണ് വനം വകുപ്പിന്റെ തീരുമാനം. നിലവിൽ ആന ഭക്ഷണവും വെള്ളവും കഴിച്ച് ദൈനംദിന പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും ക്ഷീണമുള്ളതായി ആനയെ നിരീക്ഷിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് മസ്തകത്തിലെ മുറിവിൽ നിന്നും പുഴുവരിച്ചിറങ്ങുന്ന നിലയിൽ ആനയെ കണ്ടെത്തിയിരുന്നത്. ജനം, തൃശൂർ. ആലപ്പുഴയിൽ കുട്ടികൾക്ക് നേരെയുള്ള തെരുവുനായ ആക്രമണത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റിന്റെ പരാതിയെ തുടർന്ന്. തെരുവുനായ ആക്രമണത്തിൽ മരിച്ച സാഹചര്യത്തിലാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഹരിഗോവിന്ദ് പരാതിയുമായി ദേശീയ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത്. ആലപ്പുഴയിൽ പേവിഷബാധയേറ്റ് 2 കുട്ടികളാണ് അടുത്തിടെ മരിച്ചത്. കഴിഞ്ഞ മെയ് 30-നാണ് ഹരിപ്പാട്ടെ 2ാം ക്ലാസ്സുകാരൻ ദേവനാരായണൻ പേവിഷബാധയെ തുടർന്ന് മരിച്ചത്. വീടിന് സമീപം കളിച്ചുകൊണ്ട് നിന്ന കുട്ടിയെ തെരുവനായ ആക്രമിക്കുകയായിരുന്നു. സൈക്കിളിൽ പോകുമ്പോൾ തെരുവനായ കടിച്ചതിനെ തുടർന്ന് പേവിഷബാധയേറ്റ 9 വയസ്സുകാരൻ സാവൻ കൃഷ്ണയും മരണത്തിന് കീഴടങ്ങി. കുട്ടികൾക്ക് നേരെയുള്ള തെരുവനായ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് യുവമോർച്ച ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഹരിഗോവിന്ദൻ പരാതിയുമായി ദേശീയ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത്. നമുക്ക് 2 കുട്ടികളുടെ ജീവനാണ് തെരുവുനായയുടെ ആക്രമണം മൂലം നഷ്ടപ്പെട്ടത്. ഹരിപ്പാട്ടെ ദേവനാരായണൻ്റെ മരണത്തിൻ്റെ നടുക്കം മാറുന്നതിന് മുന്നെയാണ് കഴിഞ്ഞ ദിവസം ചാരുമൂട് ഉണ്ടായ ആ അനിഷ്ട സംഭവം. അതിനിടയിൽ ആറാട്ടുപുഴയിൽ ഒരമ്മയ്ക്ക് അതിക്രൂരമായിട്ട് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. അതുപോലെ 2 വർഷത്തെ കണക്കുകൾ മാത്രം ആലപ്പുഴ ജില്ലയിലെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 30,000-ന് മേലെ കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹരിഗോവിന്ദന്റെ പരാതിയിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ ഓഫീസ് ചുമതല വഹിക്കുന്ന രജിസ്ട്രാറുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു പരാതി ഔദ്യോഗികമായിട്ട് കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്മേൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് ആ സമയത്ത് തന്നെ ഉറപ്പ് ബാലാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറിൻ്റെ അടുത്ത് അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്ന് ഇതിന്മേൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ 35,214 പേർക്കും തിരുവനന്തപുരത്ത് 50,870 പേർക്കും കൊല്ലത്ത് 37,618 പേർക്കും കോട്ടയത്ത് 33,617 പേർക്കുമാണ് കഴിഞ്ഞ വർഷം നായയുടെ കടിയേറ്റത്. ജനം, ആലപ്പുഴ. സർക്കാർ സർവീസിലെ 30% ആളുകൾ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് NGO സംഘടനയുടെ കണ്ടെത്തൽ മുന്നിലുള്ളപ്പോഴും സർക്കാർ കണക്ക് പ്രകാരം 300 പേർക്കെതിരെ മാത്രമാണ് 10 വർഷത്തിനിടെ കേസെടുത്തിട്ടുള്ളത്. കൃത്യമായ സാക്ഷിമൊഴികളുടെയോ തെളിവുകളുടെയോ അഭാവത്തിൽ ഇവരിൽ പലരും കേസിൽ നിന്ന് രക്ഷപ്പെട്ടതായും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. അടുത്തിടെയാണ് 30% സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് ഒരു NGO സംഘടനയുടെ സർവേയിൽ കണ്ടെത്തിയത്. എന്നാൽ 2014 മുതൽ 2024 വരെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കേവലം 300 മാത്രമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പിടിയിലായത് 184 പേരെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവരിൽ തന്നെ ഭൂരിപക്ഷം പേരും എറണാകുളം ജില്ലയിലുള്ളവരാണ്. കൈക്കൂലി കേസിൽ ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് കോട്ടയം ജില്ലയിൽ നിന്നും. എന്നാൽ 10 വർഷത്തിനിടെ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് കേവലം 8 പേർ മാത്രമാണ് എന്നതാണ് വിരോധാഭാസം. ഒരു നിർണായക ഘട്ടത്തിൽ സാക്ഷി പറയേണ്ട കൈക്കൂലി കൊടുത്ത് പിടിപ്പിക്കുക മുൻകൈയെടുത്തവർ തന്നെ ഇതിൽ നിന്ന് സാക്ഷി പറയുന്നതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. അത് സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇത്തരം ഉദ്യോഗസ്ഥർ, കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ പിടിപ്പിച്ച് അവർക്ക് കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട സാമൂഹിക ചുമതല ഈ പണം കൊടുത്ത് പിടിപ്പിക്കുന്നവർക്കുണ്ട് എന്നുള്ളൊരു ബോധം ഇത് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഉണ്ടാവണം. ഫിനോപ്തലിൻ പുരട്ടിയ നോട്ട് നൽകിയും മറ്റും കൈക്കൂലി വാങ്ങിയ സർക്കാർ ജീവനക്കാർ പിടിക്കപ്പെടുമ്പോൾ പോലും കൃത്യമായ സാക്ഷിമൊഴികളും തെളിവുകളും ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് കുറ്റക്കാർക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് വിലങ്ങുതടിയാകുന്നുണ്ട്. ഇതിനു പുറമെ കൂറുമാറ്റം പോലെയുള്ള സംഭവങ്ങളും കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറയാൻ കാരണമാകുന്നു. ജനം, കൊച്ചി.
കണ്ണൂരിലെ ABVP പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ വധക്കേസിന്റെ വിചാരണാവേളയിൽ സാക്ഷികൾ ഹാജരാകാതിരിക്കാൻ പോലീസ് ബോധപൂർവമായ ശ്രമം നടത്തിയെന്ന ആക്ഷേപം. പ്രതികളായ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായതെന്നാരോപിച്ച് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ രംഗത്തെത്തി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വിചാരണ ആരംഭിച്ച കേസിലെ സാക്ഷികൾ സമൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഹാജരായില്ല. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ABVP പ്രവർത്തകൻ സച്ചിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സാക്ഷികൾക്ക് സമൻസ് നൽകാത്തത് കാരണമാണ് കോടതിയിൽ ഹാജരാകാൻ കഴിയാതിരുന്നത്. ഇത് പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് നൽകിയ ബോധപൂർവമായ ശ്രമമാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ. രോഹിണി, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ABVP പ്രവർത്തകനായ സച്ചിൻ ഗോപാൽ വധക്കേസിന്റെ വിചാരണ ആരംഭിക്കേണ്ടിയിരുന്നത്. ഈ ഘട്ടത്തിൽ വിചാരണയുടെ ഈ ഒരു ഘട്ടത്തിൽ സാക്ഷികൾ ആരും കോടതിയിൽ എത്തിയിരുന്നില്ല. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഈ ഒരു സമൻസ് ഈ സാക്ഷികൾക്ക് വിതരണം ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സാക്ഷികൾ കോടതിയിൽ ഹാജരാകാതിരുന്നത് എന്നൊരു കാര്യമാണ് പുറത്തു വരുന്നത്. ഇതിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി BJPയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ രംഗത്തെത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഇത് പോലീസ് ഈ പ്രതികളെ രക്ഷിക്കാൻ മനഃപൂർവ്വമായൊരു ശ്രമം നടത്തുകയാണെന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയത്. കാരണം ഈ കേസിലെ പ്രതികളെല്ലാം തന്നെ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ്. 2012 ഈ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. അതായത് 2012 ജൂലൈ 6 ABVP പ്രവർത്തകനായ സച്ചിൻ ഗോപാലിനെ കണ്ണൂർ പള്ളിക്കുന്ന് സ്കൂളിന് മുന്നിലിട്ട് ഈ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഈ ABVPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനിടെയാണ് ഇത്തരം ഒരു അക്രമം സച്ചിൻ ഗോപാലിന് നേരെ ഉണ്ടാവുകയും ചെയ്തത്. 13 വർഷങ്ങൾക്കിപ്പുറമാണ് ഈ കേസിന്റെ വിചാരണ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ചത്. ആ സമയത്ത് ഒരു സാക്ഷി പോലും കോടതിയിൽ ഹാജരായില്ല എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും വലിയ ഞെട്ടിക്കുന്നൊരു കാര്യമായി പറയുന്നത്. കാരണം 2024 ഒക്ടോബർ ആദ്യവാരം തന്നെ ഈ സമൻസ് അയക്കാൻ വേണ്ടി പോലീസിന് സാവകാശമുണ്ടായിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത്തരത്തിലൊരു സമൻസ് പോലീസ് സാക്ഷികൾക്ക് കൈമാറുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാത്രമല്ല, വിചാരണ ആരംഭിക്കുന്നതിന് ഏതാണ്ട് 15 ദിവസം മുമ്പേ തന്നെ ഈ സാക്ഷികൾക്കൊക്കെ തന്നെ സമൻസ് അയച്ചു എന്ന റിപ്പോർട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഈ ഏത് സ്റ്റേഷൻ പരിധിയിലാണോ ഈ സംഭവം നടന്നത് ആ സ്റ്റേഷന്റെ ചുമതലയുള്ള ഇൻസ്പെക്ടർ കൃത്യമായി ആ റിപ്പോർട്ട് വിചാരണ നടക്കുന്ന കോടതിയിൽ സമർപ്പിക്കേണ്ടതുമാണ്. എന്നാൽ അത്തരം ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, ഈ വിചാരണ നടക്കുന്നതിന് അന്നേ ദിവസം രാവിലെ മാത്രമാണ് ഇത്തരം ഒരു റിപ്പോർട്ട് എല്ലാ സാക്ഷികൾക്കും സമൻസ് നൽകിയിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് ഈ ഈ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ഇത്തരത്തിൽ കോടതിയിൽ സമർപ്പിക്കുന്നത്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്നൊരു വിമർശനം തന്നെയാണ് പൊതുവെ ഉന്നയിക്കുന്നത്. കാരണം കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു സമൻസ് പോലും ഇത്തരത്തിൽ സാക്ഷികൾക്ക് നൽകിയിട്ടില്ല എന്നൊരു വിമർശനം തന്നെയാണ് BJP നേതൃത്വം ഉൾപ്പെടെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും സമൻസ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷികൾ ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ഒരു ആവശ്യം കൂടി BJP നേതൃത്വം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കള്ള സത്യവാങ്മൂലം നൽകുകയും സാക്ഷികൾക്ക് സമൻസ് വിതരണം ചെയ്യാതിരിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർ കൃത്യവിലോപമാണ് നടത്തിയത്. അവർക്കെതിരെയും കൃത്യമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. രോഹിണി. ഓക്കെ, ശരി മിഥുൻ. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പരിഹാസ്യരാവുകയാണ് CPM. വിദ്യാഭ്യാസ വിചക്ഷണനായ TP ശ്രീനിവാസനെ തല്ലി വീഴ്ത്തിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. തീരുമാനത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസമാണ് CPM നേരിടുന്നത്. നയവ്യത്യാസത്തെ ന്യായീകരിക്കാൻ നേതൃത്വം പാടുപെടുകയാണ്. സ്വകാര്യ സർവകലാശാലയെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ നിയമസഭയിലെ ശീതീകരിച്ച മുറിയിലിരുന്ന ഏറ്റവും കൂടുതൽ വേർക്കുന്നത് ഇടത് യുവജന MLA-മാരാണ്. വി ശിവൻകുട്ടി, KN ബാലഗോപാൽ, P രാജീവ്, MB രാജേഷ, മുഹമ്മദ് റിയാസ് തുടങ്ങി മന്ത്രിമാരും സ്പീക്കർ AN ഷംസീറും KV സുമേഷ്, V വിജിൻ, KM സച്ചിദേവ് തുടങ്ങി MLA-മാരും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായി ഇരുന്നവരാണ്. കേരളത്തിലും രാജ്യത്തും വിദ്യാഭ്യാസ മേഖലയിൽ വന്ന ന്യൂനതമായ മാറ്റങ്ങളെ എതിർത്തവരും. ഇന്ന് ഇവർ കൂടി ഭാഗമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെ സ്വകാര്യ സർവകലാശാലയെ കേരളത്തിലേക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ പരിഹാസരായി നിൽക്കേണ്ടി വരികയാണ്. നവമാധ്യമങ്ങളിൽ പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ഇവർ നടത്തിയ പ്രസംഗങ്ങളെയും സമരങ്ങളെയും പരിഹസിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖല കച്ചവടം ചെയ്യാൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾക്കും അബ്ദുറബിനും എത്ര കോടികൾ കിട്ടിയെന്ന് ഈ പ്രസ്ഥാനം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും.
നിങ്ങളുടെ വ്യാമോഹത്തിനെതിരായി ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അതുവരെയുള്ള സമരം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നടത്തിയ സമരങ്ങളെയും വിളിച്ച മുദ്രാവാക്യങ്ങളെയും പറഞ്ഞ കാര്യങ്ങളെയും എല്ലാം തള്ളിപ്പറഞ്ഞ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഭരണം മാറുമ്പോഴുള്ള നയവ്യത്യാസമാണ് വിദ്യാഭ്യാസ വിചക്ഷണനായ TP ശ്രീനിവാസനെ തല്ലിവീഴ്ത്തിയതിലടക്കമുള്ള ഏറ്റുപറച്ചിലും. പിന്നെ സ്വകാര്യ സർവകലാശാല വേണമെന്ന് വാദിക്കുമ്പോൾ കേരളത്തിലെ സർവകലാശാലകളിലെ ഗുണനിലവാരത്തെ പറ്റിയും ഈ സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പരിശോധിക്കേണ്ടതുമാണ്. മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണ്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷം തക്കം പോലെ തരം പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അവർ പുതിയ പുതിയ അടവു നയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി. ആലപ്പുഴയിൽ സഹപാഠിയെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചതിന് +2 വിദ്യാർത്ഥി പിടിയിൽ. ആലപ്പുഴ AN-പുരം സ്വദേശി ശ്രീശങ്കറാണ് പിടിയിലായത്. അസൈൻമെന്റ് എഴുതാൻ സഹായിക്കണം എന്നാവശ്യപ്പെട്ടാണ് 16-കാരിയായ സഹപാഠിയെ പ്രതി വീട്ടിലെത്തിച്ചത്. മാസങ്ങൾക്ക് മുൻപ് സുഹൃത്തിനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനും മർദ്ദിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമിനെയാണ് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ലായിരുന്നു. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് വിവരങ്ങൾ ലഭിക്കുന്നത്? വിനീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ വളരെ വിഷമമുള്ള ഒരു വാർത്ത. കാട്ടാക്കടയിൽ ഒരു വിദ്യാർത്ഥി +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്നത്. കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു. കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമിനെയാണ് ഇത്തരത്തിൽ സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തുന്നത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു പ്രാഥമികമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിരുന്നോ എന്നും വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ ഈ കുട്ടിയെ കാണാനില്ലായിരുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത വളരെ കൂടി വരുന്ന കണക്കുകളുണ്ടല്ലേ രോഹിണി? വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യവുമാണ്. കാരണം മരണം അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സാമൂഹിക ആഘാതങ്ങൾ, വീട്ടുകാർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളിനെ കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണ പോലുള്ള എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ പലപ്പോഴും കുട്ടികളെ ഇങ്ങനെ ദുരിതത്തിലേക്ക് എത്തിക്കുന്നതാണ്, വീട്ടുകാരെ ദുരിതത്തിലേക്ക് എത്തിക്കുന്നതാണ്. വിനീഷ്, പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ. പ്രാഥമികമായി എന്ത് വിവരമാണ് ലഭിക്കുന്നത്? നിലവിൽ കുട്ടിയെ ഇന്നലെ മുതൽ കാണാനില്ല എന്ന വിവരമാണ് പുറം ലോകത്ത് അറിഞ്ഞിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നതും. പക്ഷേ വീട്ടുകാരുടെ അന്വേഷണം തുടർച്ചയായി ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയോടുകൂടി മറ്റു വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂളിലെ മറ്റ് ആയമാര് എത്തുന്ന സമയത്തുമാണ് ഇത്തരത്തിൽ കുട്ടി തൂങ്ങി നിൽക്കുന്നതായി കാണുന്നത്. എന്തായിരുന്നാലും നിലവിൽ കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങൾ, കുടുംബപരമായി മറ്റു വിഷയങ്ങളൊന്നും ഇല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈയിലേക്ക് ഈ കൊച്ചുകുട്ടി പോയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പോലീസിനും ബന്ധുക്കൾക്കും ഒപ്പം തന്നെ വീട്ടുകാർക്കും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്ന് പ്രോജക്റ്റ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ക്ലർക്കിനെ കണ്ട സമയത്തും അത്തരത്തിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ഈ ക്ലർക്ക് അനുവദിച്ചിരുന്നില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപം, അതിൽ കൃത്യത ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് ബന്ധുക്കൾ പറയുന്ന ഒരു ആക്ഷേപം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കുടുംബം പറയുന്ന ഒരു ആക്ഷേപം മാത്രമാണ്. അതേസമയം തന്നെ നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ചെറിയ തോതിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ആ സ്കൂളിന് മുന്നിൽ ചെറിയ സംഘർഷമുണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരവും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ കുട്ടിയെ ഇത്തരത്തിലൊരു കടുങ്കൈയിലേക്ക് തള്ളിവിട്ടത് എന്താണ് എന്ന് സംബന്ധിച്ചുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. മറ്റേതെങ്കിലും അസ്വാഭാവികത ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. +1 വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിൽ
സ്കൂളിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ചിരിക്കുന്നത് എന്നതാണ്. +1 വിദ്യാർത്ഥിയാണ് സ്കൂളിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു നാടിനെ ആകെ ഞെട്ടിച്ചുരുക്കിയാണ്. ഒരു വിദ്യാലയത്തിലേക്ക് എത്തി ആ കുട്ടി സ്കൂളിനുള്ളിൽ ക്ലാസ് റൂമിൽ തൂങ്ങി മരിക്കാനുണ്ടായ അത്രയും വലിയ പ്രശ്നം എന്താണ് എന്നാണ് ചോദ്യങ്ങളായി നാട്ടുകാർ ഇപ്പോൾ ഉയർത്തുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് നാട്ടുകാർ എല്ലാവരും തന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരിൽ നിന്ന് ചിലർ പറയുന്നതാണ് ഇത്തരത്തിൽ ചെറിയ തോതിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ നാട്ടുകാരാണ് പറയുന്നത്. ഇതിലൊന്നും കൃത്യത ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിന്നിരുന്നു എന്ന് സംബന്ധിച്ച് വീട്ടുകാരും ബന്ധുക്കളും പറയുന്നു. ഇതിലും അത് എത്രത്തോളം ശരിയാണ് എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നത്. എന്നാലും ഈ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഇതിന്റെ ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും പോലീസിന്റെ പരിശോധന സ്ഥലത്ത് തുടരുകയാണ്. വീണ. ഓക്കെ, ശരി വിനീഷ്. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് ഇരിക്കാൻ സ്റ്റേഷനിൽ സ്ഥലമില്ല. രജിസ്റ്റർ ചെയ്യുന്ന കേസിലെ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നത് മാർക്കറ്റിലെ പറമ്പിൽ. സ്റ്റേഷനിൽ നിത്യസന്ദർശകരിൽ വിഷപ്പാമ്പുകളും. എറണാകുളം ജില്ലയിലെ ആലങ്ങാട് പ്രവർത്തിക്കുന്ന ആലുവ വെസ്റ്റ് സ്റ്റേഷന്റെ അവസ്ഥയാണ് ഇത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കൃഷി വകുപ്പിന്റെ കെട്ടിടത്തിലാണ് നിലവിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. SHO അടക്കം 28 പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ ജോലി നോക്കുന്ന സ്റ്റേഷനാണ് ആലുവ റൂറലിൽപ്പെടുന്ന ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ സ്ഥലപരിമിതിയാണ് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത്. കൃഷി വകുപ്പിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനിൽ വാഹനം പാർക്ക് ചെയ്യാനോ തൊണ്ടി മുതൽ സൂക്ഷിക്കാനോ സ്ഥലമില്ല. സ്റ്റേഷനിലെ 2 ജീപ്പ് പാർക്ക് ചെയ്താൽ പിന്നെ ഒരു വാഹനം സ്റ്റേഷൻ വളപ്പിലേക്ക് കയറ്റാനാകില്ല. തൊട്ടുമുന്നിലുള്ള റോഡിൽ ഒരു വാഹനത്തിന് പോകാനുള്ള വീതി മാത്രമാണ് ഉള്ളത്. സ്റ്റേഷനുള്ളിലാകട്ടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ല. ഒറ്റ മുറിയാണ് ആകെയുള്ളത്. ഇതോടെ കൊയ്ത്തുമതി യന്ത്രം സൂക്ഷിച്ചിരുന്ന പുറത്തെ ഷെഡിലാണ് ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത്. സന്ദർശകർ വന്നാൽ ഇരിക്കണമെങ്കിൽ പോലീസുകാർ സീറ്റൊഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. ഏതാനും ദിവസം മുമ്പും സ്റ്റേഷനുള്ളിൽ നിന്നും വിഷപ്പാമ്പിനെ പിടികൂടിയിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാനുള്ള മുറിയിൽ ബാത്റൂം സൗകര്യവുമില്ല. കഴിഞ്ഞ ദിവസം അനധികൃതമായി കടത്തിയ മണലുമായി വന്ന ലോറി പിടികൂടിയത് സ്റ്റേഷനിൽ നിന്നും 500 മീറ്റർ മാറിയുള്ള മാർക്കറ്റിലെ പറമ്പിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അടിയന്തരമായി സൗകര്യപ്രദമായ സ്വന്തം കെട്ടിടത്തിലേക്ക് സ്റ്റേഷന്റെ പ്രവർത്തനം മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ ആവശ്യം പരസ്യമായി ഉന്നയിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഭയമാണെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. തദ്ദേശ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് AAY റേഷൻ കാർഡ് സ്വന്തമാക്കിയെന്ന ജനം TV വാർത്തയിൽ നടപടിയുമായി സപ്ലൈ ഓഫീസ് അധികൃതർ. ആലുവ സ്വദേശിനിയായ യുവതിക്ക് നേരെയാണ് നടപടി. വർഷങ്ങളായി ചൂർണിക്കര പഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സനുമോളാണ് ചട്ടവിരുദ്ധമായി മുൻഗണനാ റേഷൻ കാർഡ് സ്വന്തമാക്കിയത്. സുധീഷ് ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? വീണ, ഇത് 2021 സനുമോൾ എന്ന പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റായി താൽക്കാലികമായി ജോലി ചെയ്യുന്ന യുവതി ആലുവ സ്വദേശിനിയാണ്. ഇവർ അനർഹമായിട്ട് AAY റേഷൻ കാർഡ് സ്വന്തമാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മാസം വരെയും റേഷൻ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിയും ജനം TV വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷനിങ് ഇൻസ്പെക്ടറെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. ഇതിൽ അന്വേഷണത്തിൽ അനർഹമായിട്ട് റേഷൻ കാർഡ് സ്വന്തമാക്കിയതായും 20,000-ന് മുകളിൽ ശമ്പളം കൈപ്പറ്റുമ്പോഴാണ് ഇത്തരത്തിൽ റേഷൻ കാർഡ് സ്വന്തമാക്കിയതെന്നും വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞ റേഷൻ കാർഡ്, അതായത് AAY യുടെ മുൻഗണന ലഭിക്കുന്ന റേഷൻ കാർഡ് റദ്ദ് ചെയ്യുകയും അത് വെള്ളക്കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 70,565 രൂപ പിഴയായി അടയ്ക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 20,000-ന് മേളിൽ ഇവർ ശമ്പളം വാങ്ങുമ്പോൾ തന്നെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അതിലുപരി ഇവരുടെ വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലെല്ലാം വലിയ വരുമാനവും വലിയ ആർഭാട ജീവിതവും നയിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ അനർഹമായി റേഷൻ കാർഡ് സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയരുന്ന ആവശ്യം, നാട്ടുകാരിൽ നിന്നും മറ്റും ഉയരുന്ന ആവശ്യം, ഇത് ആരാണ് ഇത്തരത്തിൽ റേഷൻ കാർഡ് തരപ്പെടുത്തി നൽകിയതെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബോധപൂർവ്വം ഒരു പഞ്ചായത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇത്തരം റേഷൻ കാര്യങ്ങളടക്കം BPL അത്തരം വിഭാഗങ്ങളെ തരംതിരിക്കുന്നതിലടക്കം ഇടപെടാറുള്ള ഒരു സ്ഥാപനം കൂടിയാണ് പഞ്ചായത്ത്. അത്തരം ഒരു പഞ്ചായത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ബോധപൂർവം ഇത്തരത്തിൽ റേഷൻ കാർഡ് സ്വന്തമാക്കിയ സനുമോൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം ഉയരുന്നു. അതിലുപരി ഇത്തരത്തിൽ തരപ്പെടുത്തി നൽകിയതിന് പിന്നിൽ ആരൊക്കെയുണ്ട്? വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ്
എന്നാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ മൊത്തത്തിൽ തന്നെ ഒരു പരിശോധന, ഇത്തരത്തിൽ അനർഹമായ ആരൊക്കെ റേഷൻ കാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു പരിശോധന കൂടി വേണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. നിലവിൽ സനിമോൾ വിദേശത്താണുള്ളത്. അതും താൽക്കാലിക ജീവനക്കാരിയെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നും രാജിവെക്കാതെ അവധിയെടുത്താണ് പോയിരുന്നത്. കഴിഞ്ഞ 12 വർഷമായി ചൂർണിക്കര പഞ്ചായത്തിൽ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന, അത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്. അപ്പോൾ അത്തരം രാഷ്ട്രീയ സ്വാധീനം ഈ റേഷൻ കാർഡ് സ്വന്തമാക്കുന്നതിലടക്കം അത്തരം അനർഹമായ പല നേട്ടങ്ങളും കൈവരിക്കുന്നതിലും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും ജനം ടിവിയുടെ ഒരു ഇമ്പാക്റ്റായി കൂടി നമുക്ക് ഈ നടപടിയെ കണക്കാക്കാനും സാധിക്കും. വീണ. ഓക്കെ, ശരി സുധീഷ്. ഒരു ദിവസത്തെ പോലും അധ്യാപന പരിചയമില്ലാത്ത ധനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ചട്ടവിരുദ്ധ പ്രമോഷൻ നൽകാൻ നീക്കം. ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ ഷൈജന് പ്രൊഫസറായി പ്രമോഷൻ നൽകാൻ കാലിക്കറ്റ് സർവകലാശാല സ്ക്രീനിംഗ് സമിതി തിരക്കിട്ട് ശുപാർശ ചെയ്തെന്നാണ് ആക്ഷേപം. UGC ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസറായി 3 വർഷത്തെ അധ്യാപന ഗവേഷണ പരിചയം പ്രൊഫസർ തസ്തികയ്ക്കുള്ള യോഗ്യതയായി വ്യവസ്ഥയുള്ളപ്പോഴാണ് ഇത് അവഗണിച്ചുള്ള പ്രമോഷൻ നീക്കം. ശാലിനി ചേരുന്നു. ശാലിനി, വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഡോക്ടർ ഷൈജൻ. ഈ ഷൈജനെയാണ് തിരക്കിട്ടുകൊണ്ട് തന്നെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള സർക്കാർ തലത്തിലെ നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് പരാതികൾ ഉയരുന്നത്. ഇത് സംബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC-ക്ക് അടക്കം ഈ ഘട്ടത്തിൽ പരാതി എത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദിവസത്തെ പോലും അധ്യാപന പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഡോക്ടർ ഷൈജൻ. അത്തരത്തിലൊരു വ്യക്തിയെ യൂണിവേഴ്സിറ്റിയുടെയും UGC-യുടെയും ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു തസ്തികയിലേക്ക് നിയമിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, UGC-യുടെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് അധ്യാപന പരിചയം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടൊരു ശുപാർശ കൂടി വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമന നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു അധ്യാപന നീക്കങ്ങൾ നടപടികളൊക്കെ തന്നെ സർക്കാർ തലത്തിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഈ ഒരു അധ്യാപകനെ അല്ലെങ്കിൽ ഈ ഡോക്ടർ ഷൈജനെ ഈ ഒരു തസ്തികയിലേക്ക് കൊണ്ടുവരാനായി തിരക്കിട്ട ശുപാർശ നടത്തിയത് ആ വകുപ്പിലെ തന്നെ ഏറ്റവും ജൂനിയർ ആയ ഒരു അധ്യാപകനെ വകുപ്പ് മേധാവിയായി കൊണ്ടുവന്നുകൊണ്ട് ആ വകുപ്പ് മേധാവിയാണ് ശുപാർശ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, സർവകലാശാല സർവീസ് രേഖകൾ പ്രകാരം 2018 ഒക്ടോബറിൽ അസോസിയേറ്റ് പ്രൊഫസറായി ഉദ്യോഗ കയറ്റം ലഭിച്ച ഷൈജനാണ് 2020 ഒക്ടോബർ മുതൽ മലയാളം സർവകലാശാലയിൽ രജിസ്ട്രാറായും തുടർന്ന് ധനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായും പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്തുണ്ടായിരുന്ന കാലയളവ് അത് സർവീസ് കാലയളവായി കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമന നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് അതൊന്നും തന്നെ ഈ സർവീസ് കാലഘട്ടത്തിൽ വരാതിരിക്കുന്ന സമയത്ത് നടന്ന ആ ഒരു സർവീസ് അത് അധ്യാപന പരിചയമാണ് എന്ന് മുൻനിർത്തിക്കൊണ്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു നടപടിയാണ് ഇതിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ അസോസിയേറ്റ് പ്രൊഫസറായി 3 വർഷത്തെ പരിചയം വേണം, ഒപ്പം തന്നെ ഗവേഷണ പരിചയം വേണം. ഇതൊന്നുമില്ലാത്ത ഷൈജനെയാണ് ഇത്തരത്തിൽ തിരക്കിട്ട് നിയമിക്കാനുള്ള സർക്കാർ തലത്തിലെ നീക്കം എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാലും വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം കാലിക്കറ്റ് സർവകലാശാല VC-ക്ക് സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗവർണറെയും ഉടൻ തന്നെ കാണുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ എന്ത് നടപടി ഇനി ഗവർണറും ഒപ്പം തന്നെ VC-യും എടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി ശാലിനി. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിച്ച് തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് ഇടപ്പഴിഞ്ഞ് അനന്തപുരി സോൾജേഴ്സിന്റെ ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന ചടങ്ങിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ സംഘടനയുടെ വിവിധ പ്രവർത്തകർ പങ്കെടുത്തു. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ സൈനിക വ്യൂഹത്തിനെതിരെ തീവ്രവാദി ആക്രമണം ഉണ്ടായി. നമ്മുടെ പുത്തൻപുലരിയുടെ സമയം ഇവിടെ കഴിയാറായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.